അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസ്വഹാബിഹി വഅസ്വാജിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫഖദ് ഖാല അല്ലാഹു തആല ഫീ ശഅനി ഹബീബിഹി ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. اللهم صل على سيدنا وشفيعنا وحبيبنا ومولانا محمد وعلى آل سيدنا نبينا مولانا محمد وبارك وسلم. اللهم صل على سيدنا وشفيعنا وحبيبنا ومولانا محمد وعلى آل سيدنا نبينا مولانا محمد وبارك وسلم عليه. اللهم صل على سيدنا وشفيعنا وحبيبنا ومولانا محمد وعلى آل سيدنا نبينا مولانا محمد وبارك وسلم عليه وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. വേദിയിൽ ഉപവിഷ്ടരായ സിൽസില നൂരിയയുടെ സംസ്ഥാന അധ്യക്ഷർ മൗലാന യൂസുഫ് നിസാം ഷാ സുഹൂരി തുവലല്ലാഹു ഉംറഹു മഹാനവറുകളെ, സ്റ്റേജിൽ ഉപവിഷ്ടരായ പ്രഗത്ഭരും പ്രശസ്തരുമായ ഖുലഫാ നേതാക്കളെ, സദസ്സിലുള്ള സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ അറ്റമില്ലാത്ത കൃപയാണ്, അനുഗ്രഹമാണ്. അല്ലാഹു നമ്മെ അവനിഷ്ടപ്പെട്ട മനുഷ്യരിൽ ഉൾപ്പെടുത്തുകയും ആ മനുഷ്യരിൽ തന്നെ ഉത്കൃഷ്ടരായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടുത്തുകയും ആ മുസ്ലിമീങ്ങളിൽ ഏറ്റവും ഉന്നതനായ പ്രവാചകരുടെ ഉമ്മത്തികളിൽ അല്ലാഹു ഉൾപ്പെടുത്തുകയും ചെയ്തു. അൽഹംദുലില്ലാ. അല്ലാഹു ചെയ്ത ഈ അനുഗ്രഹങ്ങളെ കണ്ട് ശുക്ർ ചെയ്യുന്ന ശാക്കിരീങ്ങളിൽ പാപികളും ദോഷികളുമായ നമ്മളെ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ആമുഖമായി കൂടുതലൊന്നും പറയുന്നില്ല, കാരണം മഹാന്മാരിൽ നിന്ന് നമുക്ക് കേൾക്കാനുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് വിഷയത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് ത്വരീഖത്ത്? എന്താണ് ഈ ശരീഅത്ത്? പൊതുവേ ജനങ്ങളിൽ ഒരു സംശയം ഉളവാക്കുന്ന വിഷയമാണ്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ഇങ്ങനെ ത്വരീഖത്തുണ്ടോ ശരീഅത്തുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഈ രണ്ട് സാങ്കേതിക പദവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തില്ല എന്നുള്ളതാണ് സത്യം. അന്ന് നബിയുടെ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ ബാഹ്യവും ആന്തരികവും, അഥവാ ഇസ്ലാം, ഈമാൻ, ആന്തരിക വിഷയം വെറും ഈമാനല്ല, ഈമാൻ തൊട്ട് ഇഹ്സാൻ, തഖ്വ, തൗഹീദ് പോലുള്ള 4 ഉന്നത ഭാഗങ്ങൾ ആന്തരികവും ഇസ്ലാം ബാഹ്യവുമായി ഇങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത്. ഈ സമുദ്ര സമാനമായ വിഷയം പിൽക്കാലത്ത് അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ അതിൻ്റെ സങ്കീർണതയും വ്യാപ്തിയും കൊണ്ട് മഹാന്മാർ 2 വിഭാഗമായി സേവനമനുഷ്ഠിക്കുകയാണ് ഉണ്ടായത്. ശരീഅത്തിൻ്റെ ഭാഗം അഥവാ ഇസ്ലാമിൻ്റെ വിധിവിലക്കുകളെ മുഴുവനും മുത്തുനബിയുടെ ചര്യയും ഹദീസും എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് അതിനെ വ്യക്തവും സുവ്യക്തവും വളരെയധികം സംശയം ഇല്ലാത്ത വിധത്തിൽ ക്രോഡീകരിക്കപ്പെട്ട് ഇന്ന് നമ്മുടെ കൈകളിൽ എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. നമ്മുടെ മഹാന്മാരായ ഉസ്താദന്മാർ പഠിച്ചു ബിരുദം നേടുമ്പോൾ ഈ ഇസ്ലാമിൻ്റെ ഉന്നതമായ വിഷയങ്ങളെ പഠിക്കുകയും ചർച്ച ചെയ്യുകയും കൂടുതൽ അതിൽ ഊന്നിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ ശരീഅത്ത് കോളേജ് ഇവിടെ നാടുകളിലൊക്കെ സുലഭമായിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഈ കൊച്ചു കേരളത്തിന് അല്ലാഹു ചെയ്ത ഏറ്റവും വലിയൊരു ഫضല് തന്നെയാണത്. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇല്ലാത്ത വിധത്തിൽ മുക്കുമൂലകളിൽ ഈ കൊച്ചു കേരളത്തിൽ നൂറുകണക്കിന് ശരീഅത്ത് പഠന സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അൽഹംദുലില്ലാ. സുമ്മ അൽഹംദുലില്ലാ. അത് ആവശ്യം തന്നെയാണ്. പക്ഷേ ഈ ത്വരീഖത്ത് എന്ന് പറയുന്ന ദീനിൻ്റെ ആന്തരിക ഭാഗം, ഇത് മനസ്സിലാക്കി കൊടുക്കുന്ന വിഷയത്തിൽ നാം എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് ചിന്തിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും അറിയുന്നത് പോലെ
നാം ഒരു പക്ഷേ ആ ഭാഗത്തെക്കുറിച്ച് അത്ര അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒരുപാട് തരീഖത്തുകളെക്കുറിച്ച് നമ്മൾ കേൾക്കുകയും അതിൽ ചിലതൊക്കെ ഒട്ടനവധി ന്യൂനതകളുള്ളത് കൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാറില്ല. അതുപോലെ തന്നെ തരീഖത്ത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് നമ്മുടെ സ്വന്തം ജീവിതത്തിലോ ആരോഗ്യരംഗത്തോ സാമ്പത്തിക വ്യവഹാര രംഗത്തോ എവിടെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ ഇത്തരം കേന്ദ്രങ്ങളിൽ നമ്മൾ ചെല്ലുകയും അവർ ആ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി എന്തെങ്കിലും വിറുതുകൾ ചൊല്ലാൻ നമ്മളോട് ആവശ്യപ്പെടുകയും അത് ചൊല്ലി ആവർത്തിക്കുമ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുകയും നീങ്ങാറുണ്ട് എന്ന ഒരു ധാരണയിലാണ് ത്വരീഖത്തിനെ മനസ്സിലാക്കാറുള്ളത്. അൽഹംദുലില്ലാ, അത് തെറ്റാണെന്ന് നമ്മൾ പറയുന്നില്ല. ത്വരീഖത്തായിരിക്കാം. നമ്മൾ ഒന്നിനെയും കുറ്റം പറയാറില്ല, നമ്മളെ കുറ്റം പറയാൻ നമ്മുടെ മഹാന്മാർ അനുവദിക്കാറില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അതിനെ ആക്ഷേപിക്കാൻ നമ്മൾ തയ്യാറില്ല. അള്ളാഹുവിൻ്റെ ദിക്റുകളാണല്ലോ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, അതിന് ബർക്കത്തുണ്ടായേക്കാം. പക്ഷെ ഇതല്ല ത്വരീഖത്ത് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമുക്ക് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിസാലാകുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുമ്പ്, 80 ചില്ലാൻ ദിവസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഒട്ടുമിക്ക ഹദീസ് ഗ്രന്ഥത്തിൻ്റെയും ആദ്യമായിട്ട് തന്നെ കാണാൻ കഴിയുന്ന ഹദീസ് നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ഹദീസു ഇഹ്സാൻ അഥവാ ഹദീസു ജിബ്രീൽ എന്നാണ് ഈ ഹദീസിനെ കുറിച്ച് അറിയുന്നത്. നമുക്കൊക്കെ അറിയാം, ദീർഘമായ ഹദീസാണ്. അതിൻ്റെ രത്ന ചുരുക്കം ഞാൻ പറയാം. ജിബ്രീൽ അലൈഹിസ്സലാം ദഹിയത്തുൽ കൽബി എന്ന് പറയുന്ന ഒരു സഹാബിയോട് സാദൃശ്യമായ നിലക്ക് നബിയുടെ തിരുഹലറത്തിൽ വരികയും നബിയോട് മുട്ടും കാല് ചേർത്തിരുന്നു കൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നതാണ് ഹദീസ്. അതിലെ സുപ്രധാനമായ ചോദ്യങ്ങൾ മൽ ഇസ്ലാമു യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ ഇസ്ലാം കാര്യം? അപ്പോൾ പ്രവാചകർ അൽ ഇസ്ലാമു അൻ തഷ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് തുഖീമുസ്സലാ, ഇങ്ങനെ ഇസ്ലാമിൻ്റെ നമ്മളിന്ന് അറിയുന്ന 5 കാര്യങ്ങളും പ്രവാചകർ പറയുന്നു. ആഗതൻ സ്വദഖ്ത യാ മുഹമ്മദ് സ്വല്ലല്ലാഹു, നബിയെ നിങ്ങൾ സത്യമാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ സ്വഹാബാക്കൾ ആശ്ചര്യപ്പെടുന്നുണ്ട്. ഈ ചോദിക്കുന്ന ആൾ അംഗീകരിച്ച് സത്യം പറയുമ്പോൾ ഇതെന്താണ്, ഇദ്ദേഹത്തിന് ആദ്യം അറിയാവുന്ന കാര്യമാണോ എന്നൊക്കെയുള്ള ഒരു സംശയം. വീണ്ടും ചോദിക്കുന്നു മൽ ഈമാനു യാ റസൂലല്ലാഹ്, അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസുലി, ഇങ്ങനെ നമ്മളിന്ന് മനസ്സിലാക്കുന്ന 6 ഈമാൻ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നു. സദഖത യാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി. മൂന്നാമതും ചോദിക്കുന്നു, നമ്മൾ ഇന്ന് വരെ കേൾക്കാത്ത അല്ലെങ്കിൽ നമ്മൾ തീരെ ശ്രദ്ധിക്കാത്ത ഒരു ഭാഗം. ശ്രദ്ധിച്ചവരുണ്ടാവാം, ആരും നമ്മൾ ചെറുതായി കാണുന്നില്ല. പക്ഷെ നമ്മൾ വേണ്ടത്ര ആ ഭാഗം ഇസ്ലാമിൻ്റെ ദീനിൻ്റെ ഒരു അടിസ്ഥാന ഘടകമായിട്ടൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഇസ്ലാമിനെ പോലെ ഈമാനിനെ പോലെ മൂന്നാമത് ചോദിക്കുന്നു മൽ ഇഹ്സാനു യാ റസൂലല്ലാഹ്, നബി എന്താണ് ഇഹ്സാൻ കാര്യം? ഇസ്ലാം കാര്യം, ഈമാൻ കാര്യം, ഇഹ്സാൻ കാര്യം. അപ്പോൾ അള്ളാഹിൻ്റെ റസൂല് അത് ഇസ്ലാമിൽ പെട്ടതാണ് അല്ലെങ്കിൽ അത് ഈമാനിൽ പെട്ടതാണെന്നല്ല പറയുന്നത്, മറ്റൊരു വിഷയമാണ് പറയുന്നത്. അൽ ഇഹ്സാനു അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, നീ അള്ളാഹുവിനെ കാണും പോലെ, കഅന്നക തറാ കാണും പോലെ അള്ളാഹുവിൻ്റെ മുന്നിൽ അടിമത്തം പ്രകടിപ്പിക്കുന്നതിനാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. ഫഇല്ലം തകുൻ തറാഹു, അങ്ങനെ നിനക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ, അങ്ങനെ ഒരു കാഴ്ചപ്പാട് നിന്നിൽ വളരുന്നില്ലെങ്കിൽ, ഫഇന്നഹു യറാക, അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തിൽ അവൻ്റെ മുന്നിൽ സമ്പൂർണ്ണ അടിമത്തം പ്രകടിപ്പിക്കുന്നതിനാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് മൂന്നുമാണ് ദീനിൻ്റെ അടിസ്ഥാന ഘടകം എന്നതിന് ഒരു ആളും സംശയിക്കൂല. ഇങ്ങനെ അത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ എന്ത് പറയുമ്പോഴും ആളുകൾക്ക്, മുസ്ലിം സമൂഹത്തിന് സംശയമാണ്, തെറ്റിദ്ധാരണയാണ്. സംഘടനവൽക്കരിച്ചതുകൊണ്ട് അതിനെ നിരൂപണ ബുദ്ധിയ, വിമർശന ബുദ്ധിയ കാണുകയും എന്ത് പാളിച്ചയാണുള്ളത് നോക്കിക്കൊണ്ട് ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടാണെന്ന്. നിങ്ങൾ അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. സത്യത്തിൽ അങ്ങനെയാണ് നമ്മളിവിടെ ഇരിക്കുന്നതെങ്കിൽ നമുക്കിതൊന്നും കിട്ടില്ല. അല്പസമയം നമ്മൾ എല്ലാം വിട്ട് നിഷ്കളങ്കമായി അള്ളാഹിലേക്ക് റുജുവായിരുന്നാൽ മതി. പ്രിയപ്പെട്ട എൻ്റെ റബ്ബേ, ഈ ദീനിൽ ഞാൻ കുറേ കാലം എൻ്റെ ആയുസ് ചെലവഴിച്ചു. അത് ചില സംഘടനകളുടെ പിന്നിൽ അതിൻ്റെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അത് എനിക്ക് നല്ലതായി തോന്നി ഞാൻ അതിൻ്റെ പിന്നിൽ അങ്ങനെ പോയിട്ടുണ്ട്.
അത് തന്നെയാണ് സത്യമെങ്കിൽ പടച്ചവൻ എന്നെ അതിൽ തന്നെ അടി ഉറപ്പിച്ച് നിർത്ത്. അതല്ല, ഈ കേൾക്കുന്ന വിഷയങ്ങൾ എൻ്റെ ജീവിതത്തിന് ആവശ്യമാണെങ്കിൽ അർഹമുറാഹിമായ തമ്പുരാനെ, എൻ്റെ എല്ലാ സ്വന്തത്തിലുള്ള ചിന്തകളെയും മാറ്റിക്കൊണ്ട്, എൻ്റെ സാമൂഹിക ചുറ്റുപാടുകളും എല്ലാം മാറ്റിക്കൊണ്ട് അതെനിക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ല എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് വിനയത്തോടെ ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഈ 3 കാര്യം, ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ. അപ്പോൾ ഇസ്ലാമിൻ്റെ 5 കാര്യവും ഈമാനിൻ്റെ 6 കാര്യവും ഇഹ്സാനിൻ്റെ 2 കാര്യവും. തറ എറ എന്ന് പറയും, കാണുക, കാണപ്പെടുക. ശരിക്കത് കാണും പോലെ എന്ന് പ്രവാചകർ പറഞ്ഞിട്ടുണ്ടെങ്കിലും അടുത്ത വചനം പറയുന്നത് ഫൈല്ലൻ തെക്കും തറാഹു, നിനക്കങ്ങനെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ. അപ്പം അതൊരു കാഴ്ചപ്പാടാണത്. അത് ഈ ബാഹ്യ കണ്ണുകൊണ്ട് എന്നൊരിക്കലും തെറ്റിദ്ധരിക്കൂലല്ലോ നിങ്ങൾ. അതൊരു ദർശനമാണ്. ഏതായാലും ഈ 5, 6, 11, 2, 13 കാര്യങ്ങൾ ഉൾക്കൊണ്ടതാണ് മിനിമം ദീന് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ എത്രത്തോളം ദീൻ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോണത്. അല്പസമയം കൊണ്ട് നമ്മൾ എത്രത്തോളം ദീൻ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇതിൻ്റെ ഒരു 75% നമ്മളൊരു 3/4 ഭാഗം ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സമാധാനിക്കാം. ഇൻഷാ അല്ലാ ബാക്കി എൻ്റെ ജീവിതത്തിൽ നേടിയെടുക്കാം. അതല്ല, വളരെ പരിതാപകരമായ ശതമാനമാണെങ്കിൽ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും എന്ത് മനസ്സിലാക്കിയിട്ടും എന്ത് മുൻവിധി വെച്ചിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല പ്രിയപ്പെട്ടവരെ. കാരണം അള്ളാഹുവിൻ്റെ തീരുമാനം അദീന. നോക്കൂ, നിങ്ങൾ ദീൻ ഉൾക്കൊണ്ട് എത്തേണ്ടിടത്ത് എത്തിയ സ്വഹാബാക്കൾ, ആ സ്വഹാബി ഖന്നുജൂം ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഖ്തദൈതും, എൻ്റെ സ്വഹാബാക്കൾ നക്ഷത്ര തുല്യരാണ്. അവരിൽ നിന്ന് ആരെ നിങ്ങൾ പിൻപറ്റിയാലും നിങ്ങൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയിലേക്ക് അവരെ പ്രകാശപൂരിതമാക്കി പ്രവാചകർ മാറ്റിയിട്ട് അവസാന സമയത്താണ് ഈ ഹദീസ് ഇറങ്ങുന്നത്. എന്തുകൊണ്ട് ഈ ഹദീസ് ഉണർത്താൻ വേണ്ടി തന്നെയാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് ചിന്തിച്ചാൽ അറിയാം, വരും തലമുറ ഇതിൽ ചിലതെടുക്കുകയും ചിലത് ഉപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകരുത് എന്ന താക്കീത് ഈ ഹദീസിലുണ്ട്. പിന്നെ ഈ ഹദീസ് തുടരുന്നുണ്ട്. ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആ ഹദീസ്, ആ ഭാഗം ഞാൻ നിർത്തുകയാണ്. ഇനി നോക്കൂ, ഇസ്ലാം കർമ്മമാണ്, പ്രവർത്തനമാണ്, ചെയ്യേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു ഭാഗവും വെച്ചിട്ടുണ്ട്. ഈമാൻ എന്ന് പറയുന്നത് ചെയ്യാനുള്ളതല്ലല്ലോ, അതൊരു പ്രവൃത്തിയല്ലല്ലോ പ്രിയപ്പെട്ടവരെ. ഞാൻ വിശ്വസിച്ചു, അതെൻ്റെ ഭാഗം വാക്കുകളല്ല, അല്ലെങ്കിൽ അത് ചെയ്തികളല്ല, അത് ചില അറിവുകളാണ്, വിജ്ഞാനമാണ്. അതുപോലെ ഇഹ്സാൻ എന്ന് പറയുന്നത് അത് ചെയ്യലുമല്ല, അല്ലെങ്കിൽ അത് അറിവുമല്ല, അത് ചില ദർശനങ്ങളാണ്. ഇങ്ങനെ അള്ളാഹു എന്തുകൊണ്ട് ഇങ്ങനെ ദീനിനെ 3 ഭാഗമാക്കി മാറ്റി എന്ന് ചോദിച്ചാൽ, നമ്മളിലേക്ക് ചിന്തിച്ചാൽ അള്ളാഹു നമുക്കും പ്രധാനമായി 3 ലിബാസുകൾ തന്നിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഈ ഭൗതിക ശരീരം, മറ്റൊന്ന് നമ്മളുടെ ഉള്ളിലുള്ള കൽബ്, അതിനപ്പുറത്ത് നമുക്ക് അള്ളാഹു റൂഹ തന്നിട്ടുണ്ട്. ഇത് 3ഉം നിങ്ങൾ ഇതുമായിട്ടൊന്ന് തട്ടിച്ചു നോക്കുകയാണെങ്കിൽ ശരീരം കൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത്. ഇസ്ലാം നമ്മുടെ ശരീരവുമായി ബന്ധപ്പെടുന്നു. ഈമാനും ഫിൽ ഖൽബ്, ഈമാൻ ഖൽബിലാണ്, ഈമാൻ ഖൽബിലാണ്. അപ്പോൾ ഈമാൻ ഖൽബുമായി ബന്ധപ്പെടുന്നു. റൂഹ് എന്ന് പറയുന്നത് ആത്മാവ്, ഒരു കണ്ണാണ്, അകക്കണ്ണാണ് പ്രിയപ്പെട്ടവരെ. ആ അകക്കണ്ണുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അള്ളാഹു ഇഹ്സാൻ, ദർശനം നമുക്ക് നൽകിയിട്ടുള്ളത്. നമ്മൾ നമ്മുടെ ആന്തരീയത്തെ എത്രത്തോളം ദീനുമായി തട്ടിച്ചിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. അതൊരാശയ പ്രസ്ഥാനത്തിൻ്റെ വിഷയമൊന്നുമല്ല. നഫ്സി, സ്വന്തം കാര്യം. ഇൻഷാ അല്ലാ ഇരിക്കുന്നതിൽ ഒരുപാട് ആളുകൾ ആ ഭാഗം ചിന്തിച്ചിട്ടുണ്ടാവും. ചിന്തിക്കാത്തവരിലേക്ക് ശ്രദ്ധിപ്പിക്കുകയാണ്. നാം നമ്മുടെ ആന്തരീയത്തിൽ കൽബ് എന്താണ്, റൂഹ് എന്താണ്, എങ്ങനെയാണ് ഈ കൽബിനെ ഈമാനുമായി തട്ടിക്കുക, ഇഹ്സാൻ റൂഹിനുമായിട്ട് എങ്ങനെ തട്ടിക്കുക, ഞാൻ എത്രത്തോളം തട്ടിച്ചിട്ടുണ്ട്, ഇപ്പോൾ അതുമായിട്ട് ഞാൻ എങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നൊന്നിങ്ങനെ പരിശോധിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ. നമ്മൾ സമാധാനിക്കുന്ന ഇസ്ലാം കാര്യം തന്നെ എടുക്കുക. ശരീഅത്ത്, ഇസ്ലാം, ദീനിൻ്റെ ബാഹ്യഭാഗം, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കേട്ടില്ലേ, ഇതില്ലെങ്കിൽ ഉള്ളൊന്നും ഉണ്ടാവില്ല. പുറമില്ലാതെ ഉള്ളുണ്ടാവില്ല. പുറം ഇതിൻ്റെ സംരക്ഷണമാണ്. അതുകൊണ്ട് തെറ്റായ ചില ആശയക്കാരൊക്കെ ഒരു പക്ഷേ പറഞ്ഞിരിക്കുക, ഞങ്ങൾ കൽബ് കൊണ്ട് റൂഹ് കൊണ്ടൊക്കെ നിസ്കരിക്കുന്നവരും അല്ലെങ്കിൽ ഇബാദത്ത് ചെയ്യുന്ന, ഞങ്ങൾക്ക് ശരീരവും കൊണ്ട് യാതൊരു ബന്ധവുമില്ല
എന്ന് പറയരുത്. അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹിൻ്റെ റസൂല് ആരോഗ്യകരമായി ക്ഷീണിച്ച് മരണത്തോടടുത്ത് ശക്തമായ പനി ഉണ്ടായപ്പോഴും സുബഹി നമസ്കാരത്തിന് നേതൃത്വം വഹിക്കാൻ വേണ്ടി പ്രവാചകർ ശ്രമിച്ചിരുന്നു. മരണ ദിവസം പോലും നബി പനി അധികരിച്ചുകൊണ്ട് തണുത്ത വെള്ളത്തിൽ കുളിക്കുകയും ബോധരഹിതനാകുകയും വീണ്ടും തണുത്ത വെള്ളത്തിൽ കുളിക്കുകയും ബോധരഹിതനാകുകയും ചെയ്തപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ഇമാമത്ത് നിർത്തിക്കൊണ്ട് വീക്ഷിച്ചുകൊണ്ട് പ്രവാചകർ അത് ആനന്ദിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ശരീഅത്തിനെ ഒരിക്കലും ചെറുതായി കാണാൻ പാടില്ല. ശരീഅത്ത് വേണ്ട തരീഖത്ത് മതി, ത്വരീഖത്ത് വേണ്ട ശരീഅത്ത് മതി. ഇത് രണ്ടും തെറ്റാണ്, രണ്ടും തെറ്റാണ്. മഹാനായ മാലിക് ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി മദ്ഹബിൻ്റെ ഇമാമാണ്. നമ്മുടെ ഷാഫി ഇമാമിനെ പോലെ സുപ്രസിദ്ധമായ ലോകത്ത് നിലനിൽക്കുന്ന 4 മദ്ഹബിൽപ്പെട്ട ഒരു മദ്ഹബാണ് മാലിക്കി മദ്ഹബ്. മാലിക് ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഒമൻ തസവ്വഫ വലം യതഫഖഹ്. ഒരു മനുഷ്യൻ തസവുഫ് ഉൾക്കൊണ്ടു, സൂഫിസം ഉൾക്കൊണ്ടു, അഥവാ തരീഖത്ത് ഉൾക്കൊണ്ടു, പക്ഷെ അവൻ കർമ്മശാസ്ത്രം ഉൾക്കൊണ്ടില്ല. വഖദ് തസന്തക, അവന് സിന്ദീഖായി. തിരിച്ചും മഹാനവറുകൾ പറയുന്നു, ഒമൻ തഫഖഹ, ഒരുത്തൻ ഫിഖ് കർമ്മശാസ്ത്രം പഠിച്ചു, വലം യതസവ്വഫ്, തസവുഫ് അവൻ ഉൾക്കൊണ്ടില്ല, ഫഖദ് തഫസ്സഖ, അവൻ ഫാസിഖായി പോവും. ആരിതിനെ ഒരുമിച്ച് കൂട്ടുന്നോ അവൻ ഹക്കിനെ എത്തിച്ചു എന്ന് മദ്ഹബിൻ്റെ ഇമാമാണ് പ്രിയപ്പെട്ടവർ. കാരണം ഈ മദ്ഹബിൻ്റെ ഇമാമിങ്ങളും ത്വരീഖത്തിൻ്റെ മഹാന്മാരും തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. ഇന്നൊരു പക്ഷേ നമ്മൾ തരീഖത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ശരീഅത്തിൻ്റെ പണ്ഡിതന്മാർക്കോ ശരീഅത്തിൻ്റെ സംഘടനകൾക്കോ പ്രയാസം തോന്നുന്നുണ്ടായിരിക്കാം, എങ്ങനെ ഇതിനെ തടയിടുക, അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞുകൊണ്ട് ജനങ്ങളൊക്കെ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒഴുകി പോകുമോ എന്ന ആശങ്ക. അതൊന്നും അന്നില്ലായിരുന്നു ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത്. നമുക്കറിയാം, ലോകത്ത് നിലനിൽക്കുന്ന 4 മദ്ഹബുകളാണ് ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. ഒരുപാട് മദ്ഹബ് ഉണ്ടായിട്ടുണ്ട്. ഈ 4 മദ്ഹബാണ് ഇന്ന് നിലനിൽക്കുന്നത്. എന്തിനു മദ്ഹബ് എന്ന് ചോദിക്കുന്ന ആളുകളോട് ഇപ്പോൾ മറുപടി ഇല്ല, അത് പിന്നീട് നമുക്ക് സംസാരിക്കാം. ഇതുപോലെ 4 ത്വരീഖത്തും ദീനിൽ നിലനിൽക്കുന്നുണ്ട്. സുപ്രസിദ്ധമാണ് ചിശ്തി, ഖാദിരി, നക്ഷബന്ദി, സുഹ്റവർദി. അപ്പം 4 ശരീഅത്തിൻ്റെ ഇമാമിങ്ങളും 4 ത്വരീഖത്തിൻ്റെ ഇമാമി ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നതാണ്. ഇവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. അവർക്കറിയാം ഞങ്ങൾ സേവനം ചെയ്യുന്നത് ശരീഅത്തിൻ്റെ പാതയിലാണെങ്കിലും ഞങ്ങൾക്ക് ത്വരീഖത്ത് വേണം. ത്വരീഖത്തിൻ്റെ ഇമാമിങ്ങൾക്കറിയാം ഞങ്ങൾ ത്വരീഖത്തിലാണ് സേവനം ചെയ്യുന്നെങ്കിലും ഞങ്ങൾക്ക് ബാഹ്യം ഉൾക്കൊള്ളാൻ ശരീഅത്ത് വേണം. നമുക്കറിയാം ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി, നമ്മുടെയൊക്കെ മദ്ഹബിൻ്റെ ഇമാമല്ലേ പ്രിയപ്പെട്ടവരെ, അവരല്ലേ നമ്മൾ പിൻപറ്റുന്നത്. അവർക്ക് ഷെയ്ഖ് ഉണ്ടായിരുന്നു. ചരിത്രം പഠിച്ചാൽ എല്ലാവർക്കും അറിയാം, ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി 6-7 ലക്ഷം ഹദീസുകൾ മനപ്പാടം ഉണ്ടായിരുന്നു മഹാനവറുകൾക്ക്. മറ്റൊരു റിപ്പോർട്ടിൽ 10 ലക്ഷം എന്നൊക്കെ അറിയപ്പെടുന്നു. ഇന്ന് നമ്മളടുത്തുള്ളത് 10,000 ഹദീസുകളുള്ളൂ പ്രിയപ്പെട്ടവരെ. ഈ ലക്ഷക്കണക്കിന് ഹദീസ് ഈ ഇമാം എന്തിനും മനപ്പാടമാക്കിയെന്ന് ചോദിച്ചാൽ, ഇന്ന് അല്പം ഹദീസ് കൊണ്ട് മുറുകെ പിടിച്ച് തലമറക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന മുസ്ലിം സമുദായത്തോട് വളരെ വിനയത്തോടെ പറയാനുള്ളത്, നമുക്ക് ദീന് സമ്പൂർണ്ണമായി വാക്കുകളിലൂടെ കിട്ടിയിട്ടില്ല, ചര്യയിലൂടെ കിട്ടിയിട്ടുണ്ട്. അത് വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള ഹദീസുകൾ മാത്രമേ ക്രോഡീകരിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ 6-10 ലക്ഷം ഹദീസുകൾ എന്തിനു മനപ്പാഠമാക്കണം? മദ്ഹബിൻ്റെ ഇമാമാണ്. സാന്ദർഭികമായി ചേർത്ത് പറഞ്ഞു, ഇവർക്ക് ഷെയ്ഖ് ഉണ്ടായിരുന്നു. ലോകത്തറിയപ്പെട്ട പ്രഗത്ഭ പണ്ഡിതനായ ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ഷൈബാനുർ റാഇ എന്ന് പറയുന്ന ഒരു ആട്ടിടയൻ്റെ അടുത്ത് പോവുകയാണ് പ്രിയപ്പെട്ടവരെ. ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി ഏത് കാലത്ത് എല്ലാ ഫന്നും പഠിച്ച് മദ്ഹബ് രൂപീകരിച്ച് ലോക പ്രശസ്തനായതിനു ശേഷമാണ് നാട്ടിലുള്ള ഒരു ആട്ടിടയൻ്റെ അടുത്ത് പോകുന്നത്. ആളുകൾ ചോദിച്ചു ഷാഫി ഇമാമിനോട്, യാ സയ്യിദി, നിങ്ങൾ എന്തിനാണ് ഈ ഒരു ഉമ്മിയായ, മഹാനവറുകൾ ഉമ്മിയായിരുന്നു പ്രിയപ്പെട്ടവരെ, അക്ഷരാഭ്യാസം ഉണ്ടായിരുന്ന ആളല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മിയായതുപോലെ ഈ ഷെയ്ഖും ഉമ്മിയായിരുന്നു, അക്ഷരാഭ്യാസം അറിഞ്ഞു. എന്തിന് നിങ്ങൾ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഞങ്ങളടുത്തുള്ളത് ശാഖകളാണ്, ഒരു വടവൃക്ഷത്തിൻ്റെ ശാഖകളാണ് ഞങ്ങളടുത്തുള്ളത്. അതിൻ്റെ അസ്ല്, അതിൻ്റെ ആ നടുത്ത് ആ തടി, അത് അവരെടുത്താണുള്ളത്. ചിലർ പറയുന്നു ചിപ്പിയാണ് ഞങ്ങളടുത്തുള്ളത്, ആ ചിപ്പിക്കുള്ളിലുള്ള മുത്ത് അവരെടുത്താണുള്ളത്. അങ്ങനെ മഹാനായ ഷൈബാനുർ റാഇ റളിയല്ലാഹു അൻഹു
അവർക്ക് ശരീഅത്തിൻ്റെ വല്ല സംശയം ഉണ്ടെങ്കിൽ ആരെങ്കിലും ചോദിച്ചാൽ പറയും ഷാഫി വരട്ടെ, ഞാൻ പറഞ്ഞുതരാമെന്ന് പറയും. ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹിയോട് തസവുഫിൻ്റെ വല്ല കാര്യങ്ങളും ചോദിച്ചാൽ മഹാനവറുകൾ പറയും എൻ്റെ ഷെയ്ഖിനോട് ചോദിക്കണം. അപ്പോൾ നോക്കൂ, നിങ്ങൾ പരസ്പരം സ്നേഹിച്ചുകൊണ്ടും പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ടും ദീന് കരസ്ഥമാക്കുന്ന വിഷയത്തിലാണ് നമ്മുടെ മദ്ഹബിൻ്റെ ഇമാം ഉണ്ടായിരുന്നത്. ശരീഅത്തുണ്ടെങ്കിൽ പിന്നെ അത് ആവശ്യമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ തെരീഖത്ത് ഞങ്ങൾ അങ്ങനെയല്ല. ഇനി നോക്കൂ, ഈ മദ്ഹബിൻ്റെ 4 ഇമാമിങ്ങൾക്കും ഷെയ്ഖ് ഉണ്ടായിരുന്നു. ഞാൻ ചുരുക്കണം എന്നുള്ളത് കൊണ്ട് പറയാം, 4 മദ്ഹബിൻ്റെ ഇമാമിങ്ങൾക്കും ഷെയ്ഖ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ തെരീഖത്തിൻ്റെ മഹാന്മാർ അവർ ഞങ്ങൾക്ക് തെരീഖത്തിൻ്റെ ഉയർന്ന ആൾക്കാരാണ്, ഞങ്ങൾക്ക് ശരീഅത്ത് മദ്ഹബ് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഖാജ റളിയല്ലാഹു അൻഹു നമ്മൾ സ്മരിക്കുന്ന മഹൽ വ്യക്തിത്വം ചിശ്തി തരീഖത്തിൻ്റെ സമുന്നത നേതാവാണ്. മഹാനായ ഗൗസുൽ ആലം മുഹിയുദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ ഖാദിരി തരീഖത്തിൻ്റെ തലപ്പത്തുള്ള ആളാണ്. ഇങ്ങനെ ഈ 4 മദ്ഹബിൻ്റെ ഇമാമി, ഈ 4 ത്വരീഖത്തിൻ്റെ ഔലിയാക്കൾക്കും മദ്ഹബിൻ്റെ ഇമാമികൾ ഉണ്ടായിരുന്നു. ഗൗസുൽ ആലം തങ്ങൾ മഹാനവറുകൾ ആദ്യം ഷാഫി ആയിരുന്നു. അവരുടെ മുഹിയുദ്ദീൻ മാലെടുത്ത് നോക്കിയാൽ കാണാൻ ഞാൻ ആദ്യം ഷാഫി മദ്ഹബുകാരനായിരുന്നു. പിന്നെ ഈ 4 മദ്ഹബിൽ മഹാനായ ഹംബലി ഇമാമിൻ്റെ ഹംബലി മദ്ഹബ് പ്രസിദ്ധി കുറഞ്ഞിങ്ങനെ അത് പിന്നോട്ട് പോകുന്ന സന്ദർഭം, അതായത് ജനങ്ങളിൽ നിന്ന് അത് കുറഞ്ഞു വരുമ്പോൾ ഗൗസുൽ ആലം തങ്ങൾ അതിൻ്റെ പ്രസിദ്ധിക്ക് വേണ്ടി ആ മദ്ഹബ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി മഹാനവറുകൾ ഷാഫി മദ്ഹബിൽ നിന്ന് ഹംബലി മദ്ഹബ് സ്വീകരിച്ച് അതിനെ ഉത്കൃഷ്ടമാക്കാനും അത്യുന്നതത്തിലെ അതിൻ്റെ ഔന്നിത്യം കൂട്ടാനും വേണ്ടി മഹാനവറുകൾ മദ്ഹബിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മദ്ഹബ് മാറി. ഗൗസുൽ ആലം തങ്ങൾ നോക്കൂ, അത്രയും പ്രധാനമാണ്. നമുക്കറിയാം, ഒരു നാളികേരത്തിൻ്റെ പുറം കേട് വന്നാൽ തീർച്ചയായും അതിൻ്റെ ആന്തരികവും കേടുവരും. ഇനി ആന്തരികം ഇല്ലാത്ത ചില നാളികേരം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ കുട്ടികൾ നീന്തത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഉള്ളിലൊന്നുമില്ലാത്ത നാളികേരം. എന്തിനാ അത് പറ്റുക പ്രിയപ്പെട്ടവരെ? അപ്പം ചുരുക്കം ഇത് രണ്ടും സമന്വയിപ്പിച്ചൊരു ദീനിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. അതിന് നമ്മൾ എന്തെങ്കിലും തിരുത്തി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താണെന്നറിയോ നിങ്ങൾ, ഇത് ദീനിൻ്റെ അടിസ്ഥാനമാണ് പ്രിയപ്പെട്ടവരെ. ഏതെങ്കിലും ഇപ്പം നമുക്കറിയാം, ഏത് സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും ശരീഅത്തിൻ്റെ വിഷയത്തിൽ ചെറിയ വിഷയങ്ങളിലാണ് ഇപ്പോൾ ഈ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. സുബഹിക്ക് കുനു തോതണോ, സ്ത്രീകൾ പള്ളിയിൽ ജുമയ്ക്ക് പോകണോ, ഇങ്ങനെയുള്ള ചെറിയ വിഷയങ്ങളാണ്. ഇതിൽ പലതും മദ്ഹബിൽ തന്നെ വ്യത്യാസമുണ്ട്. വല്ല പ്രശ്നമുണ്ടോ? ഇപ്പം ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ആ മദ്ഹബിൻ്റെ ആളുകളോട് പറയും, നിങ്ങൾ എന്നും കുനൂത്ത് ഓതണം എന്ന് പറയുന്നു. എന്നാൽ ഹനഫി മദ്ഹബ് അങ്ങനെ പറയുന്നില്ല എന്ന് കരുതി ഷാഫി ഹനഫി തമ്മിൽ യാതൊരു കുഴപ്പമില്ല. സ്ത്രീയെ തൊട്ടാൽ ഒലു മുറിയും എന്ന് ഷാഫി ഇമാം പറയുമ്പോൾ മറ്റൊരു മദ്ഹബ് പറയുന്നു സ്ത്രീയെ തൊട്ടാൽ ഒലു മുറിയില്ല. ഈ മദ്ഹബ് ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് തവാഫ് ചെയ്യാൻ കഴിയുന്നത്. അപ്പം ഈ വിഭിന്നത നമുക്ക് ഖൈറാണ്. പക്ഷെ നമ്മൾ ഇതിൻ്റെ പേരിൽ ഇന്ന് കൊമ്പ് കോർക്കുന്നത് ഒരിക്കലും ദീനിന് ഖൈറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രിയപ്പെട്ടവർ. അപ്പം നമ്മുടെ ശരീരത്തെ ബന്ധപ്പെട്ട ഇസ്ലാം, ഇതിൽ നമ്മൾ പറഞ്ഞ നിസ്കാരം ആദ്യം രണ്ടാമത്തത് എടുക്കുകയാണ്, ഒന്നാമത്തത് അവിടെ നിൽക്കട്ടെ. ഇസ്ലാം, ഈ ഇസ്ലാമിൽ രണ്ടാമത്തെ നിസ്കാരം, 3 സക്കാത്ത്, 4 നോമ്പ്, 5 ഹജ്ജ്, ഇങ്ങനെ എടുത്തോളെ. ഇത് പിന്നിൽ നിന്നും നമുക്കൊന്ന് അങ്ങോട്ട് ശ്രദ്ധിച്ചു നോക്കുക. 5ാമത്തെ ഇസ്ലാം കാര്യം ഹജ്ജാണ്. ഈ ഹജ്ജ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ മുതലാലും വഴിയാലും തടിയാലും കഴിവുണ്ടെങ്കിൽ മാത്രം നിർബന്ധമാകുന്ന ഒരു വിഷയമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ അടുത്ത് ഇഷ്ടം പോലെ സമ്പത്തുണ്ട്, പക്ഷെ അവന് ആഫിയത്തില്ല, അവന് ഹജ്ജ് ചെയ്യേണ്ട കാര്യമില്ല, നിർബന്ധമല്ല അവൻ്റെ മേൽ. എന്നാൽ ഒരു മനുഷ്യൻ്റെ അടുത്ത് പൈസയുണ്ട്, ആഫിയത്തുണ്ട്, പക്ഷേ യാത്ര തടസ്സമാണ്. ഹറമിലേക്ക് പോകാൻ, സൗദിയിലേക്ക് പോകാൻ യാത്ര തടസ്സം, അവന് ഹജ്ജ് നിർബന്ധമില്ല. അപ്പം ഇതിലൊക്കെ ഒരുപാട് ഒഴിവുകൾ വരുന്നു പ്രിയപ്പെട്ടവരെ. അതുപോലെ നമ്മുടെ ആയുസ് അല്ലാഹു നമുക്ക് നൽകുന്നത് 60-നും 70-നും ഇടയിലാണെങ്കിൽ ഒരു 65 കൊല്ലം നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വർഷം ഒരു ദുൽഹിജ്ജ മാസം വന്നാൽ വെറും 5-6 ദിവസങ്ങൾ, ഒരു 3-4 ദിവസമായിട്ട് മാത്രം ബന്ധപ്പെടുന്ന ഒരു ഫർളാണ് ഈ 5ാമത്തെ ഹജ്ജ് എന്ന് പറയുന്നത്. അപ്പം ഇതിൽ മുസ്ലിം ഉമ്മത്തിൻ്റെ ഒരു 60-65% രക്ഷപ്പെട്ടു പോകും. കാരണം അവർക്ക് നിർബന്ധമായിട്ട് വരൂല. ഈ 35% തന്നെ ആയുസ്സിൽ ഒരിക്കൽ ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ
ആ 5-ാമത്തെ ഇസ്ലാം കാര്യം കഴിഞ്ഞു, പിന്നെ അവൻ്റെ മേൽ ബാധ്യതയില്ല, പിന്നെ സുന്നത്ത് മാത്രമേ ഉള്ളൂ. അതവിടെ കഴിഞ്ഞു. അപ്പോൾ മുസ്ലിം ഉമ്മത്തിൻ്റെ 65% ഒഴിയുകയും ആയുസ്സിലെ ഏതെങ്കിലും ഒരു വർഷത്തിലെ ഏതാനും ദിവസങ്ങൾ മാത്രം ബന്ധപ്പെടുന്നതാണ് ഹജ്ജ്. ഇനി നമ്മൾ സക്കാത്തിലേക്ക് വരൂ. ഈ സക്കാത്ത് എന്ന് പറയുന്നത് ഇതേമാതിരി സാമ്പത്തികമായി വർഷം തികയുമ്പോൾ, നിസാബ് ഒക്കുമ്പോൾ അവൻ്റെ മേൽ നിർബന്ധമായതാണ് സക്കാത്ത് എന്ന് പറയും. ഇതും മുസ്ലിം ഉമ്മത്തിനെ മൊത്തം നിങ്ങളെടുത്താൽ എത്രയോ ദരിദ്ര രാഷ്ട്രങ്ങളിലുള്ള പാവപ്പെട്ട മുസൽമാനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 50% ഈ നിർബന്ധ ഹജ്ജ് സക്കാത്തിൽ നിന്ന് ഒരുപക്ഷെ ഒഴിഞ്ഞേക്കാം. ഇനി ഈ വർഷം നമുക്ക് സക്കാത്ത് നിർബന്ധമായി, അടുത്ത വർഷം അതുകൊണ്ട് സക്കാത്ത് കൊടുത്തോണമെന്നില്ല. വീണ്ടും നമ്മുടെ സമ്പത്ത് അടുത്ത വർഷം ചുരുങ്ങിപ്പോയി, ആ കണക്കനുസരിച്ചില്ല, കൊടുക്കണമെന്നില്ല. ഏതായാലും 50% മുസ്ലിം അദ്ദേഹം ഒരു 65 വയസ്സ് വരെ ജീവിക്കുന്നുണ്ടെങ്കിൽ 50 വർഷം 50 ദിവസം മാത്രമാണ് ഈ സക്കാത്ത് അയാളുമായിട്ട് ബന്ധപ്പെടുന്നത്. അതോ 50%, 50ഉം ഇല്ല. നമ്മളെ പള്ളിയിലെ പാവപ്പെട്ട മഹാന്മാരായ ഉസ്താദന്മാർ ഈ സക്കാത്തിൻ്റെ നിസാബുകൾ മുഴുവനും പഠിച്ച് അതിൻ്റെ മസ്അലയുടെ അങ്ങേ തല വരെ പഠിക്കും. തേവി നനച്ചതിനെത്ര, തേവാതെ നനക്കതിനെത്ര, താന മുളച്ചുണ്ടായതിനെത്ര. അൽഹംദുലില്ലാഹ്, ഞാൻ കുറ്റപ്പെടുത്തല്ല. അതിൻ്റെ അവാന്തര സാധ്യതകളെ വരെ ചർച്ച ചെയ്യുമ്പോഴും ആ പണ്ഡിതന്മാരിൽ നല്ലൊരു ശതമാനത്തിന് സക്കാത്ത് കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. കാരണം നമ്മൾ കൊടുക്കുന്ന തുച്ഛമായ വേതനം കൊണ്ടാണ് അവർ ജീവിക്കുന്ന. അള്ളാഹു അവരുടെ ആ ഒരു ഖനാഅത്ത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന മനസ്സ് സ്വാഗതാർഹമാണ്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ പ്രിയപ്പെട്ട. അപ്പം ഞാൻ പറയുന്നത് 50% അതന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വർഷത്തിലൊരിക്കൽ, മറ്റത് ആയുസ്സിലൊരിക്കൽ, ഇത് വർഷത്തിലൊരിക്കൽ. വീണ്ടും മുന്നോട്ട് വന്നാൽ റമളാൻ ഷരീഫിലെ നോമ്പ്, സമാഗതമാകുന്ന നോമ്പ്, ഇത് വർഷത്തിൽ 30 ദിവസമാണ്. ഇതിൽ ഏകദേശം ഒരു 80-85% അതുമായി ബന്ധപ്പെടും. കാരണം ഒരാൾക്ക് നോമ്പ് നഷ്ടമാകുന്ന നിത്യരോഗിയാണെങ്കിൽ, അല്ലെങ്കിൽ യാത്രക്കാരനാണെങ്കിൽ യാത്ര കഴിഞ്ഞാൽ നോമ്പ് ഖളാ വീട്ടണം. നിത്യരോഗികളായിട്ട്, ശയ്യാവലംബിയായിട്ടൊക്കെ വാർദ്ധക്യ സഹജമായ രോഗികൾക്ക് അവർക്കൊന്നും ഒരു പക്ഷേ നിർബന്ധമായില്ല എന്ന് വരും. മാനസികമായി മനോനില തെറ്റിയവർക്കൊക്കെ. അപ്പം ഞാൻ പറയുന്നത് ഒരു 80-85% ആളുകൾക്കും നോമ്പ് നിർബന്ധമായി വരും. വർഷത്തിൽ 30 ദിവസം. കണ്ട, ഇപ്പൊ ഇവിടെ നോക്കൂ, ശതമാനം കൂടി വരുന്നു. ഹജ്ജിനുള്ള ശതമാനം ഞാൻ പറഞ്ഞാൽ ഒരു 65% ആളുകളും ഹജ്ജിന്ന് രക്ഷപ്പെടും. കാരണം പണം മാത്രമല്ല പ്രിയപ്പെട്ടവരെ, മുതലാലും വഴിയാലും തടിയാലും എല്ലാം കൂടെ ഒത്തുവരുന്നത് കൊണ്ട് 50% ഹജ്ജിനോട് നിർബന്ധമില്ലാതെ വരികയും വർഷത്തിൽ ആയുസ്സിലൊരിക്കൽ വരുന്നു. സക്കാത്ത് ആവുമ്പോൾ ഞാനൊരു ഏകദേശ കണക്ക് പറയാണ്, ഒരു 50% നിർബന്ധമാകുന്നു. 50ഉം ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നു. എന്നാലും ആയുസ്സിൽ എല്ലാ വർഷവും കൊടുക്കണമെന്നില്ല. കൊടുക്കേണ്ടി വന്നാൽ തന്നെ വർഷത്തിൽ ഒരു ദിവസം മാത്രമേ അത് നിർബന്ധമാകുന്നു. ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചു വെക്കുന്നത്. ഇതിൻ്റെ സാധ്യതകളാണ് നമ്മൾ പഠിച്ചുകൊണ്ട് നമ്മൾ പല ബിരുദങ്ങളും നേടിയെടുക്കുന്നത്. അൽഹംദുലില്ലാഹ്, കുറ്റപ്പെടുത്തുകയാണെന്ന് തോന്നരുതേ. ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക. നോമ്പ് വരുമ്പോൾ വീണ്ടും 85% നോമ്പിന് നിർബന്ധിതരാകുന്നു. അതുപോലെ തന്നെ ഈ മുസ്ലിം ഉമ്മത്തിന് വർഷത്തിൽ 30 ദിവസം, നോക്കൂ, ആയുസ്സിലൊരിക്കൽ, വർഷത്തിൽ ഒരു ദിവസം, ഇപ്പൊ വർഷത്തിൽ 30 ദിവസം നിർബന്ധമായി വരും. ഇങ്ങനെ ശതമാനവും കൂടി വരുന്നു. അതുപോലെ ആളുകളുടെ എണ്ണവും കൂടി വന്നുകൊണ്ട് ദിവസങ്ങളുടെ എണ്ണവും കൂടി വരുന്നു. ആയുസ്സിൽ ഒന്ന് പോയി, വർഷത്തിൽ ഒന്ന് പോയി, വർഷത്തിൽ 30 ദിവസം. ഇനി നമസ്കാരത്തിലേക്ക് വരൂ പ്രിയപ്പെട്ടവരെ. നമസ്കാരം ദിവസത്തിൽ 5 വട്ടമാണ്. ഏകദേശം ഒരു 95-99% ആളും നിസ്കാരമായിട്ട് നിർബന്ധമാവും. ശയ്യാവലംബി ആണെങ്കിൽ പോലും ബുദ്ധി ഉണ്ടെങ്കിൽ, ബോധമുണ്ടെങ്കിൽ, കൽബ് കൊണ്ടെങ്കിലും നമസ്കരിക്കണം. കണ്ണുകൊണ്ട് ഇഷാറ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ കൽബ് കൊണ്ടെങ്കിലും നമസ്കരിക്കണം. വെറും മാനസിക നില തെറ്റിയ ആൾ മാത്രമേ ഇതിന്ന് രക്ഷപ്പെടുന്നുള്ളൂ. ഉറക്കിൽപ്പെട്ടവൻ ഉറക്കിൽ നിന്ന് ഉണർന്നാൽ നിസ്കാരം നിർബന്ധമായും ഖളാ വീട്ടണം. 99% മുസ്ലിമും ഇതുമായി ബന്ധപ്പെടുന്നു. മാത്രവുമല്ല, ദിവസത്തിൽ 5 നേരം, നോക്കൂ, ആയുസ്സിലൊരിക്കൽ, വർഷത്തിലൊരു ദിവസം, വർഷത്തിൽ 30 ദിവസം, ഇപ്പതാ വരുന്നു ദിവസത്തിൽ 5 നേരം. ഇത് കഴിഞ്ഞ് നമ്മുടെ മുന്നിൽ വരുന്ന ഈ 1-ാമത്തെ ഇസ്ലാം കാര്യം ഉണ്ടല്ലോ,
ഈ ഫ്ലോ, ഈ ഒഴുക്കിനനുസരിച്ച് നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താ വരേണ്ടത്? ദിവസത്തിൽ 5 നേരവും പോയിട്ട് ഓരോ നിമിഷവും ഇവൻ സാക്ഷിയാവേണ്ടതാണ്. അഷ്ഹദു, ഞാൻ സാക്ഷിയാണ്. അല്ലെങ്കിൽ ഇതിന്റെ ക്രമം തന്നെ തെറ്റി. ആയുസ്സിലൊരിക്കൽ, വർഷത്തിൽ ഒരു ദിവസം, വർഷത്തിൽ 30 ദിവസം, ദിവസത്തിൽ 5 നേരം, ദിവസത്തിൽ ഓരോ സെക്കൻഡും ഇവനുമായി ബന്ധപ്പെട്ടതാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂൽ. നമ്മൾ ഈ ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യം എവിടെ എടുത്തു വെച്ചു? ആമുഖ പ്രസംഗത്തിൽ ഉസ്താദ് അവറുകൾ പറഞ്ഞതല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ മുന്നിൽ ഒരു ചർച്ചയല്ലല്ലോ അത്. മുഹമ്മദുർ റസൂലുള്ള തീരെ ചർച്ചയില്ല. അതെന്താ, പ്രവാചകർ വന്ന് ഇതൊക്കെ കൊണ്ടുവന്ന് തന്നുപോയി, അല്ലാതെ ഒരു ദൂതന്റെ പണിയെടുത്തു പോയി എന്നല്ലാതെ. നമ്മൾ ഇന്ന് സാക്ഷിയാണ്. അഷ്ഹദു, ഞാൻ സാക്ഷി. അപ്പൊ എപ്പോഴും സാക്ഷ്യം വഹിക്കേണ്ട 2 കലിമ നമ്മൾ അതിന്ന് ശ്രദ്ധിക്കാതെ പോയത് എന്ത് സംഭവിച്ചതുകൊണ്ട്? ഇസ്ലാമിന്റെ മർമ്മപ്രധാനമായ കാര്യം പറഞ്ഞില്ലേ, പ്രബോധനത്തിന്റെ 23 കൊല്ലത്തിന്റെ ഏകദേശം പകുതി കൊല്ലം അല്ലാഹുവിന്റെ റസൂൽ ഉപയോഗിച്ചത് ഈ 2 കലിമയുടെ ഷഹാദത്തിന്റെ പഠനമാണ്. ചരിത്രം നോക്കൂ നിങ്ങൾ. മഹാനായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ഒരു വക്തു പോലും നിർബന്ധമായ നമസ്കാരം നമസ്കരിച്ചിട്ടില്ല. പക്ഷെ അവരാരാ? സ്വർഗീയ 4 ചതുർ വനിതകളിൽ ഒരു വനിതയാണ് ഖദീജ ബീബി റളിയല്ലാഹു. മഹാനായ യാസിർ റളിയല്ലാഹു അൻഹു ഒരു വക്തു പോലും നിർബന്ധമായി നമസ്കരിച്ചിട്ടില്ല. അള്ളാഹിന്റെ റസൂല സുഹാബി കന്നുജൂം എന്ന് പറഞ്ഞപ്പോൾ നബി ഒന്ന് വേർപ്പെടുത്തേണ്ടതായിരുന്നു. നമസ്കാരം നിർബന്ധമാക്കിയതിന് ശേഷമുള്ളവർ എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ ഈ ഒന്നാമത്തെ വിഷയം വിടുക എന്ന് പറഞ്ഞത് ഇന്ന് നമ്മൾക്ക് സംഭവിച്ച സർവ്വ അധപ്പതനത്തിന്റെയും ആണിക്കല്ലാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സംശയിക്കരുത് പ്രിയപ്പെട്ടവരെ. കാരണം നമ്മൾക്ക് അറിയില്ല എങ്ങനെയാണ് സാക്ഷ്യം വഹിക്കുക. നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചത് നമ്മുടെ വാപ്പ കാരണവന്മാര്, നമ്മുടെ വല്ലിപ്പാടൊപ്പം ആരോ ഇസ്ലാമിലേക്ക് വന്നപ്പോ ചൊല്ലേണ്ടതാണ് ഈ 2 ഷഹാദത്ത് കലിമ. സാക്ഷി മുഖാന്തരം ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നാൽ ഒന്നാമത്തെ ഇസ്ലാം കാര്യം കഴിഞ്ഞു എന്നാണ്. തീർച്ചയായും ഒരാൾ ഇസ്ലാമിലേക്ക് കടക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന വേണം. ഇതല്ലത്, അത് ഇസ്ലാമിന്റെ ഒന്നാമത്തെ കാര്യമല്ലത്. കാരണം അഷ്ഹദു, ഞാൻ സാക്ഷിയാണെന്നാണ് പറയുന്നത്. നഷ്ഹദു എന്നാണെങ്കിലും നമുക്ക് സമാധാനിക്കായിരുന്നു, ഞങ്ങൾ സാക്ഷി, എൻ്റെ വാപ്പ വല്ലിപ്പൊക്കെ ഞങ്ങൾ അഷ്ഹദു, ഞാൻ എങ്ങനെ സാക്ഷിയാവുക? സാക്ഷി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോടതിയിൽ നിങ്ങളെ സാക്ഷിയായി അംഗീകരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കേസിന്റെ പേരിൽ നിങ്ങളെ സാക്ഷി വിസ്താരത്തിന് വേണ്ടി പ്രതിക്കൂട്ടിൽ നിർത്തി സാക്ഷി വിസ്താരം നടത്തുമ്പോൾ കോടതി ചോദിക്കും, നിങ്ങളിത് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. എന്തെങ്കിലും വ്യക്തമായ തെളിവുകൾ നിങ്ങൾക്ക് പറയാൻ കഴിയോ? ഇല്ല. ഇറങ്ങി പോവാൻ പറയും. അഷ്ഹദു, ഞാൻ സാക്ഷിയാണ് റബ്ബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അല്ലാതെ എന്നെ തീറ്റിയിട്ടില്ല, എന്നെ കുടിപ്പിച്ചിട്ടില്ല, എന്നെ ഉറക്കിയിട്ടില്ല റബ്ബേ. എൻ്റെ ദിനേന ഓരോ ശ്വാസവും റബ്ബേ നീയാണ് എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന, ഒരു സൃഷ്ടിക്കും ഇതിൽ പങ്കില്ല എന്നതിന് ഞാൻ സാക്ഷിയാണ്. സാക്ഷിയാവണം പ്രിയപ്പെട്ടവരെ. അതോടൊപ്പം അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് അള്ളാഹു എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന ഈ സാക്ഷ്യത്തെ എപ്പോഴും നമ്മുടെ ജീവിതമായിട്ട് തട്ടേണ്ടതാണ്. അപ്പോഴേ നമുക്ക് ഈമാൻ ഉണ്ടാവുള്ളൂ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ അള്ളാഹിനോട് സ്നേഹം ഉണ്ടാവുള്ളൂ, അള്ളാഹിൻ്റെ റസൂലിനോട് സ്നേഹം ഉണ്ടാവുള്ളൂ. നമുക്കിന്ന് എങ്ങനെ സ്നേഹമുണ്ട് അള്ളാഹിനോടും അള്ളാഹിൻ്റെ റസൂലിനോടും? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞില്ലേ, അള്ളാഹിനോട് അതിരറ്റ സ്നേഹം എവിടെ വരുന്നു? നബിയോട്. അത് കഴിഞ്ഞാൽ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, നിങ്ങൾ മറ്റാരെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ മൂമിനാകില്ലെന്ന് പ്രവാചകർ പറയുമ്പോൾ എങ്ങനെ സ്നേഹം വരും? സ്നേഹമില്ലാത്തത് എങ്ങനെ ഉണ്ടാക്കും പ്രിയപ്പെട്ടവരെ? ഈ ഒന്നാമത്തെ ഇസ്ലാം കാര്യം നമ്മൾ എടുത്തു വെച്ച്, അതുപോലെ സക്കാത്തും ഹജ്ജും അതുമായിട്ട് എനിക്ക് ബന്ധമില്ല, കാരണം സാമ്പത്തികമായിട്ട് എൻ്റെ അടുത്ത് ഒന്നുമില്ല. ഉള്ളവൻ എന്ത് ചെയ്യുന്നറിയോ? അവൻ്റെ അടുത്തൊരു 10 ലക്ഷം ഉണ്ടെങ്കിൽ അവനൊരു 20 ലക്ഷത്തിൻ്റെ എന്തെങ്കിലും പദ്ധതി കാണും. എന്നിട്ട് 10 ലക്ഷത്തിൻ്റെ കൂടെ 10 ലക്ഷം വല്ല എവിടുന്നെങ്കിലും ലോണോ മറ്റെന്തെങ്കിലും ആക്കി എടുത്തിട്ട് ഒരു കടക്കാരനായിട്ട് മാറും. പിന്നെ അവൻ എവിടുന്ന സക്കാത്ത് കൊടുക്കുക? അവൻ പറയും, എൻ്റെ അടുത്ത് എനിക്ക് തന്നെ ഒരുപാട് ബാധ്യത. അപ്പം ഇവൻ സക്കാത്ത് കൊടുക്കുന്നതിന് പകരം ഇവൻ സക്കാത്തിൻ്റെ അർഹന്, കടം കൊണ്ട് വലഞ്ഞവന് സക്കാത്ത് കൊടുക്കണം എന്നാ. ഒരു പൈസ ഇല്ല എൻ്റെ അടുത്ത്. ഉള്ളതിനപ്പുറം പ്ലാനുകൾ കണ്ടുകൊണ്ട് കടത്തിൻ്റെ പിന്നാലെ പോകുന്ന മുസ്ലിമിന് സക്കാത്ത് കൊടുക്കാൻ പൈസ ഇല്ല. ഞാൻ കുറ്റപ്പെടുത്തല്ല, ചിന്തിക്കാൻ വേണ്ടി പറയും. പിന്നെ ഹജ്ജാണെങ്കിലോ, ഹജ്ജിനൊന്നും ആയിട്ടില്ലേ,
എൻ്റെ പേരക്കുട്ടിയുടെ കുട്ടിക്ക് വീടുണ്ടാക്കി കണ്ടിട്ട് അത് കണ്ടിട്ട് വേണം എനിക്ക് ഹജ്ജ് ചെയ്യാൻ. എന്നിട്ട് ആ പേരക്കുട്ടിക്ക് കുട്ടി ഉണ്ടായാൽ അതിനൊന്ന് കെട്ടിച്ചിട്ട് വേണം എനിക്ക് ഹജ്ജിന് ചെയ്യാൻ. അവസാനം അസ്രായേൽ ഇവനങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്ന സമയമാവുമ്പോൾ ഏതായാലും ഇനി രക്ഷയില്ല എന്ന് കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെയാണെന്നൊന്നും കരുതരുതേ. ഞാൻ പറയുന്ന വിഷയത്തിൻ്റെ ആഴത്തിനു വേണ്ടി പറയണം, ആരെയും ആക്ഷേപിക്കല്ല പ്രിയപ്പെട്ടവർ. ആ വാർദ്ധക്യ സഹജമായ സത്യത്തിൽ ഇയാൾ ഹജ്ജിന് നിർബന്ധിതനല്ല. കാരണം ഇയാൾക്ക് ആഫിയത്തില്ല, ഒരു ഷർത്ത് നഷ്ടപ്പെട്ടു, മുതലാലും വഴിയാലും തടിയാലും. ആ സമയത്ത് പോയിട്ട് സുഡാനികൾ ഒരു തോളിലൊരു പല്ലക്ക് പോലത്തെ ഒരു സാധനത്തിൽ കയറ്റിയിരുത്തി തവാഫ് ചെയ്യിക്കും. നമ്മളൊക്കെ 2001 ഹജ്ജിന് പോയപ്പോൾ അയാളുടെ കൈ എൻ്റെ പെരടിയിൽ തട്ടിയിരുന്നു. ഇവർ ഈ കറുത്ത വർഗ്ഗക്കാർ ഇങ്ങനെ കൈവെക്കുക, എന്തിനാ വെച്ചാൽ അവർക്ക് സുഖമായിട്ട് പോകണം, എന്നിട്ട് അടുത്ത ആളെടുത്ത് കൊണ്ടുവരണം. അപ്പം മത്താഫിൻ്റെ ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല, മത്താഫിൻ്റെ ഒരു പ്രത്യേക സർക്കിൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു താല്പര്യമില്ലാത്ത ഈ സാധുവിൻ്റെ പല്ലക്ക് കയറി തവാഫ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നത് വരെ ഹജ്ജിനോടും നമ്മൾ മുസ്ലിം സമൂഹം വിമുഖത കാണിക്കുന്നു. ഒരിക്കലും കുറ്റപ്പെടുത്തുകയാണെന്ന് കരുതരുത്, എല്ലാവരും ഇങ്ങനെയാണെന്നൊന്നും കരുതരുത്. അപ്പം സക്കാത്തും ഹജ്ജും അതും നമ്മളെടുത്ത് കുറവാണ്, ഒന്നാമത്തെ കലിമയും കുറവാണ്. പിന്നെ എന്താ നമ്മളെടുത്തുള്ളത്? നിസ്കാരവും സക്കാത്തും, അല്ല നിസ്കാരവും നോമ്പും. ഒരു ചെലവുമില്ല. പള്ളിയിൽ നല്ല കാർപ്പറ്റും ഏറ്റവും നല്ല സാനിറ്ററി വെയേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് കാല് കഴുകാൻ വേറൊരു ഷവർ, ടാപ്പ് തുറന്നാൽ വേറെ അങ്ങനെ പതഞ്ഞു വീഴുന്ന വെള്ളം, AC പള്ളികൾ, എന്തു മുടക്കാനുള്ളത്? എന്നിട്ടും നിസ്കരിക്കാൻ തയ്യാറില്ലാത്ത നമ്മളെ കുറിച്ച് എന്താ പറയാ? പിന്നെ നോമ്പിനെന്താ ചെലവുള്ളത്? എന്നാ തന്നെ നോമ്പ് വരുമ്പോൾ ഞെട്ടിയവരാണ് നമ്മൾ. സാന്ദർഭികമായി പറയട്ടെ, നമ്മുടെ പള്ളിയിൽ ഉസ്താദ് റജബ് മാസത്തിന്റെ ചന്ദ്രകല കണ്ടപ്പോൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാന വ ബല്ലിഗ്നാ ശഹ്റ റമളാൻ, ഈ പ്രാർത്ഥനകൾ റജബ് 1 അല്ലെങ്കിൽ 2 പള്ളിയിലെ ഇമാമിന്റെ അടുത്ത് നിന്ന് കേട്ടിട്ടുണ്ടാവും. ഇത് കേട്ടപ്പോൾ നിങ്ങളുടെ മാനസിക വികാരം എന്താണ്? നിഷ്കളങ്കമായി ചിന്തിക്കുക. ആ ഉണങ്ങി പിടിച്ച മാസം വരുന്നുണ്ട്, ഇനിയിപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞു കിട്ടണം. ഒന്ന് ഇഷ്ടം പോലെ ഒന്ന് ഇരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം കുടിക്കാനോ ചായ കുടിക്കാനോ സിഗരറ്റ് വലിക്കുന്നോ അതിനൊക്കെ തടസ്സമുള്ള ഒരു ഉണങ്ങി പിടിച്ച മാസം വരട്ടെ, എന്തെങ്കിലുമൊക്കെ കഴിയണം. അറബ് നാട്ടിലെ ആളുകളൊക്കെ അതിന് തന്ത്രപൂർവ്വം നാട് വിട്ടു പോകും പോലും. ഞാൻ അവരെയും കുറ്റം പറയല്ല. നമുക്ക് നോമ്പ് പോലും ഭാരമാണ്. എന്തുകൊണ്ട് സന്തോഷം വരുന്നില്ല? ഈ ദുആയുടെ അർത്ഥം തന്നെ നമുക്കറിയോ പ്രിയപ്പെട്ടവരെ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യ്. എന്ത് ബർക്കത്താണ്? അല്ല ചോദിക്കുക, അടിമാനക്ക് എന്ത് ബർക്കത്താ വേണ്ടത്? മുതലിൽ ബർക്കത്ത്. അപ്പോൾ നമ്മളതാ പറയാം, മുതലില്, കച്ചവടത്തില്, ആരോഗ്യത്തില്, എല്ലാ വിഷയത്തിലും, കുടുംബത്തിലും, മക്കളിലും, ഒക്കെ ബർക്കത്ത് ചെയ്യണം. അപ്പൊ ഈ 2 മാസം മതിയോ ബർക്കത്ത്? ബാക്കി 10 മാസം ബർക്കത്ത് വേണ്ടേ? ഇതൊന്നുമല്ല ഈ ചോദിക്കുന്നത്. നമ്മൾ പിന്നെ അതൊന്നും ചിന്തിക്കാറുമില്ല. നമ്മുടെ ചിന്ത എങ്ങനെ വരല്ല, ഈ ഉണങ്ങിപ്പിടിച്ച മാസം വരെ ഇതിപ്പം പോയിട്ടുള്ളൂ റമളാൻ, എന്താ 10-12 മാസം ഒന്നും കഴിഞ്ഞിട്ടില്ലേ? അല്ലാഹുവിനോട് റജബിന്റെ ചന്ദ്രകല കാണുമ്പോൾ അള്ളാഹിനോടും അള്ളാഹിന്റെ റസൂലിനോടും സ്നേഹമുള്ള ആ സ്വഹാബാക്കള് അവരുടെ ചുണ്ടുകളിൽ നിന്ന് വന്ന പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ. റഹ്മാനായ റബ്ബേ, പുണ്യമാക്കപ്പെട്ട റമളാൻ ഇതാ ഞങ്ങളോട് അടുത്തിട്ടുണ്ട്. ഈ റജബിന്റെ ചന്ദ്രകല കണ്ട് ഇനി റബ്ബേ ഞങ്ങളെ റമളാനിലേക്ക് എത്തിക്കാതെ ഞങ്ങളെ മരിപ്പിക്കരുതേ തമ്പുരാനെ, ഞങ്ങളുടെ ആയുസ്സിൽ ബർക്കത്ത് നൽകണമേ. ഇനി മരിച്ചാൽ, ഇനി ഞങ്ങൾ റമളാൻ എത്തുന്നതിൻ്റെ മുമ്പ് ഞങ്ങളുടെ റൂഹ് പിരിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ് തമ്പുരാനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ആയുസ്സിൽ ബർക്കത്ത് നൽകി ഉബല്ലിഗ്നാ ശഹ്റ റമളാൻ, റമളാനിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഈ അർത്ഥം അറിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ദ്വാരുന്നില്ല എന്ന് വരും. കാരണം നമുക്ക് റമളാൻ അതിലും വലിയ പ്രയാസം. അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, നമുക്ക് നിസ്കാരവും നോമ്പും ഈ ചെലവില്ലാത്തത് തന്നെ ബുദ്ധിമുട്ടായി മാറിയെങ്കിൽ എന്താ അതിനൊക്കെയുള്ള കാരണം? പറഞ്ഞില്ലേ മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു, മഹാനവറുകളെ തൂക്കിക്കൊല്ലുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ, അള്ളാഹിന്റെ റസൂലിന്റെ അടുത്ത് ഉഹദ് യുദ്ധാനന്തരം ഒരു ഗോത്രത്തിന്റെ ചില ആളുകൾ വളരെ ചതിയിലൂടെ നബിയിൽ വന്ന് ഇസ്ലാം മതം സ്വീകരിക്കുകയും, നബിയെ ഞങ്ങൾക്ക് ദീന് പഠിപ്പിച്ചു തരാൻ കുറച്ച് ആളുകളെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞപ്പോൾ സെയ്ദ് റളിയല്ലാഹു അൻഹു അതുപോലെ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള 6 ആളുകളെ, പ്രഗത്ഭരായ ആളുകളെ അള്ളാഹിന്റെ റസൂല് പറഞ്ഞയക്കുകയാണ്. ഇവരെ കൊണ്ടുപോയി കൊല ചെയ്യാൻ. അവസാനമായി കൊല ചെയ്യുന്നത് ഖുബൈബ് റളിയല്ലാഹു അൻഹു. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു തൂക്കുമരത്തിന്റെ ചോട്ടിൽ അവരെ നിർത്തിയപ്പോൾ മഹാനവറുകൾ പറയണേ, എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, നടത്തി തരുമോ? അവർ ചോദിച്ചു, എന്താ നിങ്ങളുടെ ആഗ്രഹം? ഒരു 2 റക്അത്ത് നമസ്കരിക്കാൻ. അവർ പറഞ്ഞു, ശരി, നിങ്ങൾ നമസ്കരിച്ചോളൂ. ഖുബൈബ് റളിയല്ലാഹു അൻഹു
പെട്ടെന്ന് നമസ്കരിച്ച് വന്നിട്ട് അവരോട് പറയുന്നു, സമൂഹമേ, ഞാനിങ്ങനെ സുന്നത്ത് നമസ്കരിക്കാറില്ല, ഇത്ര ചുരുക്കിയിട്ട്. ഈ നമസ്കാരത്തിൻ്റെ ആനന്ദം ആസ്വദിച്ചുകൊണ്ട് ഒരുപാട് ദീർഘിച്ചുകൊണ്ടാണ് ഞാൻ സുന്നത്ത് നമസ്കരിക്കാറുള്ളത്. പക്ഷേ ഇപ്പം ഞാൻ സുന്നത്ത് നമസ്കാരം ദീർഘിപ്പിച്ചാൽ നിങ്ങൾ കരുതും മരണത്തോട് ഭയപ്പെട്ടത് കൊണ്ടാണ് ഞാൻ നിസ്കാരം, അതുകൊണ്ട് ഞാൻ ചുരുക്കിയതാണ്. എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ ഞാൻ എങ്ങനെ ചെയ്യാറില്ല. തൂക്കുമരത്തിലേറ്റിയിട്ട് നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പ്രവാചകരുടെ സ്ഥാനത്ത് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നോ ചോദിച്ചപ്പോൾ നബിയോടുള്ള സ്നേഹം നോക്കൂ നിങ്ങൾ. ജീവൻ തൂങ്ങാൻ പോകുന്ന സമയത്ത് ഹുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, എൻ്റെ മുത്തുനബി ഈ സ്ഥാനത്ത് വരുന്നത് ഹുബൈബിന് ഇഷ്ടമാണെന്നോ? എൻ്റെ നബിയുടെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് ഹുബൈബ് പൊരുത്തപ്പെടൂല. എങ്ങനെ ഉണ്ടായി ഈ സ്നേഹം? പ്രിയപ്പെട്ടു, നമുക്ക് നമ്മുടെ നബിയോട് എന്താ ഉള്ളത്? വിഷയം അതല്ല. ഞാൻ പറഞ്ഞു നമസ്കരിക്കാൻ പറയുന്നു, എനിക്ക് 2 റക്അത്ത് നമസ്കാരം. നമ്മളാണ് ഈ മരണത്തോട് അഭിമുഖീകരിക്കുന്ന സമയത്ത് നമ്മളെന്തു പറയും? എൻ്റെ ഭാര്യ മക്കളൊന്ന് കണ്ടുവരട്ടെ. 2 റക്അത്ത് നമസ്കരിക്കാൻ ഹുബൈബ് റളിയല്ലാഹു അൻഹു പതിവാക്കിയപ്പോൾ ഇതേ സംഭവങ്ങൾ പിന്നീട് സഹാബാക്കളുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ഇത് സുന്നത്തായി മാറി എന്നാണ് പറയുന്നത്. അവരെല്ലാവരും മരണത്തോട് അഭിമുഖീകരിക്കുമ്പോൾ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുമായിരുന്നു. ഒരു സുന്നത്ത് തന്നെ ദീനിൽ നടപ്പിലായി വരുന്നു പ്രിയപ്പെട്ടവർ. ഇനി ഞാനിതിൻ്റെ കാരണം പറയാം. ഈ നിസ്കാരത്തിനോടുള്ള വിമുഖത, ഒരു ചെലവില്ലാത്ത നോമ്പിനോടുള്ള അസഹിഷ്ണുത, സക്കാത്തും ഹജ്ജും കൊടുക്കാനുള്ള നമ്മുടെ മാനസികമായ പിന്നോട്ടുള്ള ഇത് ഒന്ന് ശരിയാവാഞ്ഞിട്ടാണ്. ഒന്നാമത്തത് ശരിയാവാഞ്ഞിട്ടാണ്. പറഞ്ഞില്ലേ ആമുഖ പ്രസംഗത്തിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇതിനോട് നമ്മൾ കാണിച്ച ഈ ഒരു അറിയാതെയുള്ള ഒരു അകൽച്ച ഉണ്ടല്ലോ, ഇതാണിതിന് കാരണം, ഇതാണിതിൻ്റെ അടിസ്ഥാനം. ഇതിൻ്റെ തല എന്ന് പറയുന്ന ഭാഗം ഇതാണ്. ഇത് നമ്മളാണ്ട് ആദ്യം എടുത്തു, പിന്നെ ഇവിടുന്ന് ജീവൻ ഉണ്ടാവുക. പണ്ടൊരു തെങ്ങ് കയറ്റക്കാരൻ തെങ്ങ് കയറി, അയാൾ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് വീണു. അപ്പം അയാൾക്ക് ഒരു മന്ദബുദ്ധിയുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് വിവേക ബുദ്ധി ഒന്നുമില്ല. ഈ കുട്ടി അച്ഛനെ തെങ്ങിൽ നിന്ന് വീണ് കണ്ടപ്പോൾ തൊട്ടടുത്ത നാൽക്കവലയിൽ കൂടി ആളുകളോട് ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛൻ തെങ്ങുമെന്ന് വീണു, എൻ്റെ അച്ഛൻ തെങ്ങുമെന്ന് വീണു. അപ്പം ആളുകളത് മൈൻഡ് ചെയ്തില്ല. ഈ കുട്ടിക്ക് അങ്ങനെ മാനസികമായിട്ട് അച്ഛനോട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ഒരാൾ ഈ കുട്ടിയോട് ചോദിച്ചു, നിൻ്റെ അച്ഛൻ തെങ്ങുമെന്ന് വീണിട്ടുണ്ടോ? വീണിട്ടുണ്ട്. എന്താ മോനെ നിനക്ക് യാതൊരു പ്രയാസമില്ലാത്തത്? അതിൻ്റെ അച്ഛനൊന്നും പറ്റിയിട്ടില്ല, തല മാത്രം കാണുന്നില്ല, ബാക്കി അവിടെ ഉണ്ട്. ഇതാണെന്ന് സംഭവിച്ചത്. ഈ ഒന്നാം കാര്യം നമ്മൾ മാറ്റിവെച്ചപ്പോൾ നമുക്ക് നിസ്കാരം ആനന്ദമാകുന്നില്ല. നോമ്പ് നമുക്ക് ഭാരമാണ്. നമ്മുടെ പണം ചെലവഴിക്കാൻ നമ്മൾ യാതൊരു താല്പര്യവുമില്ല. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അവരുടെ ഭാര്യ ഗർഭം ചുമന്ന് പ്രസവത്തോടടുത്ത സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന, മഹാനവറുകളെ, എനിക്ക് മധുരം തിന്നാൻ ആഗ്രഹമുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൻഷാ അല്ലാഹ് അടുത്ത മാസം എൻ്റെ ശമ്പളം കിട്ടുമ്പോൾ ഞാൻ നിനക്ക് ആദ്യമായി മധുരം വാങ്ങിത്തരാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറയുന്നു, അതിനുള്ള പണം എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ സിദ്ദീഖ് എന്നവർ ചോദിച്ചു, നിനക്ക് എവിടുന്ന് കിട്ടി? റളിയല്ലാഹു അൻഹു അപ്പോൾ പറയുന്നു, നിങ്ങൾ പല മാസവും തന്ന പണത്തിൽ നിന്ന് ഞാൻ മിച്ചം വെച്ച് പിടിച്ചു വെച്ച പൈസ ഉണ്ട് എൻ്റെ അടുത്ത്. അങ്ങനെ ആ പണം കൊണ്ട് സിദ്ദീഖ് എന്നവർ തൻ്റെ പിന്നാര ഭാര്യക്ക് മധുരം മേടിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, ബൈത്തുൽ മാലിലെ ഉദ്യോഗസ്ഥരോട് പറയുന്നു, എനിക്കിനി ഇത്ര ശമ്പളം വേണ്ട, ഇതെനിക്ക് അധികമാണ്, അതുകൊണ്ട് അത് കുറച്ചു തരണം എന്നാവശ്യപ്പെടുന്ന സമ്പത്തിനോടുള്ള സമീപനം നോക്കൂ നിങ്ങൾ. എത്ര ഉദാഹരണം പറയാൻ സാധിക്കും? അപ്പം ഞാൻ പറയുന്നത്, ഇതിനെല്ലാം കാരണം ഈ ഒന്നാമത്തതില്ല. ഇത് നേടിയെടുക്കാൻ നിങ്ങൾ എവിടെങ്കിലും പോയി നേടിയെടുക്കൂ പ്രിയപ്പെട്ടവരെ. നമുക്ക് അത്രേ ആഗ്രഹമുള്ളൂ. അല്ലാതെ ഈ നാട്ടിൽ ഈ തരീഖത്ത് പരന്നിട്ട് ഈ പണ്ഡിതന്മാരെയോ അല്ലെങ്കിൽ ശരീഅത്തിൻ്റെ സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ തെറി പറയാനോ കുറ്റം പറയാനോ ഒരു മുദ്രാവാക്യം വിളിച്ച് ഈ കുന്നപ്പള്ളിയിൽ ഒരു പ്രകമ്പനം, ഇതൊന്നും നമ്മുടെ മനസ്സിലില്ല. പക്ഷെ ഇത് നേടിയെടുക്കാതിരുന്നാൽ നമ്മുടെ റൂഹ് പിരിയുന്ന സമയത്ത് നമ്മുടെ ആകെ ചെയ്യുന്ന ശരീരം കൊണ്ട് ചെയ്യുന്ന ചില പ്രവർത്തനം മാത്രമേ നമ്മളെടുത്തുള്ളൂ. അതിൻ്റെ ഗതി ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ മരണം? ഇത് ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇനി നോക്കൂ, രണ്ടാമത്തത് ശരീരം കൊണ്ടുള്ളത് ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ കൽബ് കൊണ്ട് ഈമാൻ, കൽബിലാണ് ഈമാൻ. ഈമാൻ ചുണ്ടിലല്ല. കൽബിന് ഒന്നും പറയാൻ സാധിക്കില്ല, കൽബിനൊന്നും ചെയ്യാനും സാധിക്കൂല. കൽബിനാകെ കഴിയുന്നത് അറിയാൻ മാത്രമേ സാധിക്കൂ. അപ്പം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അല്ല, ആമൻതു ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി
വൽയൗമിൽ ആഖിരി വൽ ഖദ്രി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഇത് ചുണ്ടുകൊണ്ട് പറഞ്ഞതുകൊണ്ട് ഈമാനാവില്ല. ഇതിലൊക്കെയാണ് ഈമാൻ വേണ്ടത്. അതാണ് അതിൻ്റെ സത്യം. അപ്പം നോക്കൂ, നമ്മൾ ഇതിലൊക്കെയാണ് ഈമാൻ ഉണ്ടാവേണ്ടത് എന്ന് പറഞ്ഞാൽ ഈമാനാകുമോ പ്രിയപ്പെട്ടവരെ? ഒരു ബിരിയാണി നമ്മൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അതിന് അരി വേണം, നെയ്യ് വേണം, അല്ലെങ്കിൽ ഓയിൽ വേണം, ഉള്ളി വേണം, തക്കാളി വേണം, അതിൽ മസാല വേണം എന്നൊക്കെ പറഞ്ഞാൽ ബിരിയാണി ആകുമോ? ഇതൊക്കെ ചേരുന്നതിൻ്റെ പേരാണ് ബിരിയാണി. ഈമാൻ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വ്യക്തമായി പറഞ്ഞതുകൊണ്ട് ആ വിഷയം ഇപ്പോൾ പറയുന്നില്ല. നമ്മുടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ദീർഘിച്ചു പോകുന്നുള്ളത് കൊണ്ട് ഈമാൻ്റെ കാര്യം ഞാൻ അന്ന് പറഞ്ഞിരുന്നു പ്രിയപ്പെട്ടവർ. നമ്മുടെ കൽബിൽ ഈമാൻ ഉണ്ടോ? അല്ലെങ്കിൽ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഒരു സഹാബി മറ്റൊരു സഹാബിയെ കണ്ടാൽ ചോദിക്കുമായിരുന്നു, തആലു തആലു, വരൂ സഹോദര. ചരിത്രം എടുത്തു നോക്കും പ്രിയപ്പെട്ടവരെ. വരൂ, എന്തേ? നുജദ്ദിദു ഈമാനന, നമുക്ക് നമ്മുടെ ഈമാനിനെ പുതുക്കാം. വനവ്വിറു ഖുലൂബന, നമ്മുടെ കൽബിനെ നമുക്ക് പ്രകാശിപ്പിക്കാം. ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ച ചെയ്തിട്ട് നമുക്ക് ഈമാൻ പുതുക്കുക. ഒരു സഹാബി, നബിയുടെ കാലത്തൊരു സഹാബി മറ്റൊരു സഹാബിയെ കാണുമ്പോൾ ഈമാൻ പുതുകാൻ വേണ്ടി വിളിക്കുകയും വിളിക്കപ്പെടുകയും ചെയ്യാറുണ്ടായിരുന്നു. നിങ്ങളുടെ ആയുസ്സിൽ ഏതെങ്കിലും ഒരു സഹോദരൻ ഈമാൻ പുതുക്കാൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ആ സഹോദരനെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്താ കാര്യം? നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈമാൻ പുതുക എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല. അൽ ഈമാനു യസീദു വയൻഖുസു, ഈമാൻ ഏറും കുറയും ചെയ്യുന്ന ഹദീസാണ്. ഒരിക്കൽ മഹാനാ ഹൻളല റളിയല്ലാഹു അൻഹു കൊച്ചു കുട്ടികളെ പോലെ കരഞ്ഞുകൊണ്ട് നബിയുടെ ഹലറത്തിലേക്ക് പോവുകയാണ്. നാഫഖ ഹൻളല, നാഫഖ ഹൻളല, ഹൻളല മുനാഫിഖായി, ഹൻളല മുനാഫിഖായി. ഒരിക്കലും അവർ മറ്റൊരാൾ മുനാഫിഖാണെന്ന് പറയാറില്ല. ഇന്നത്തെ മുസ്ലിം സമൂഹം മറ്റുള്ളവരെയാണ് കുറ്റപ്പെടുത്തുന്നത്. നിങ്ങൾ മോശമാണ്, നിങ്ങൾ, അവരങ്ങനെ ഒരിക്കലും ചെയ്തിരുന്നില്ല. നാഫഖ ഹൻളല, ഞാൻ മുനാഫിഖായി, ഹൻളല. ഈ മുനാഫിഖ് എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ അത്ര ചെറിയൊരു വിഷയമൊന്നല്ല. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ട് മുനാഫിഖിനാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അത്രയും അതിഭയാനകമായ മുനാഫിഖാണ് ഞാനെന്നാണ് ഈ സ്വഹാബി പറയുന്നത് പ്രിയപ്പെട്ടവരെ. വഴിമധ്യേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നു. സിദ്ദീഖ് എന്നവർ ചോദിച്ചു, ഹൻളല നിങ്ങൾ എന്തിനാണ് കരയുന്നത്? നാഫഖ ഹൻളല, നാഫഖ ഹൻളല. സിദ്ദീഖ് എന്നവർ ചോദിച്ചു, നിങ്ങൾ എന്താ ഈ പറയുന്നത്? അള്ളാഹിൻ്റെ റസൂലുമായി വളരെ സാമീപ്യവും സുപ്രധാന സ്വഹാബാക്കളിൽപ്പെട്ട നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞാൽ എങ്ങനെ? അപ്പം മഹാനവറുകൾ പറയുന്നത് അതൊക്കെ എനിക്കുണ്ട്, പക്ഷേ ഞാൻ മുനാഫിഖ് അല്ലെങ്കിൽ പിന്നെ ആരാണ് മുനാഫിഖ്? എന്താ കാര്യം? എൻ്റെ നബിയുടെ തിരു ഹലറത്തിൽ ഇരുന്നു കൊണ്ട് ഈമാൻ ഉൾക്കൊള്ളുമ്പോൾ എനിക്ക് എൻ്റെ കൽബിന് ഒരു വലിയ അവസ്ഥ, നല്ല അവസ്ഥ കിട്ടുന്നു, ഈമാൻ്റെ തജ്ദീദ് അനുഭവിക്കുന്നു. പക്ഷേ എൻ്റെ നബിയുടെ ഹലറത്തിൽ നിന്ന് ഞാൻ പുറത്തു പോയാൽ, എൻ്റെ ഭാര്യ മക്കളുടെ ഇടയിലൊക്കെ ഇങ്ങനെ ഇടപഴകുമ്പോൾ എൻ്റെ ഈമാൻ കുറഞ്ഞു വരുന്നു. അപ്പോൾ കൽബിന് ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുന്ന അവസ്ഥ, ഇങ്ങനെ കൽബിൻ്റെ അവസ്ഥ മാറുന്നതിനല്ലേ നിഫാഖ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ മുനാഫിഖല്ലേ? ഇത് കേട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുന്ന നാഫഖ സിദ്ദീഖ്, സിദ്ദീഖ് ഞാനും മുനാഫിഖായി. നോക്കൂ, അങ്ങോട്ടല്ല പറയുന്നത്, സ്വന്തത്തിലേക്കാ പറയുന്നത്. ഞാൻ മുനാഫിഖായി. ആരാണ് സിദ്ദീഖ് റളിയല്ലാഹു? രണ്ടാളും കരഞ്ഞുകൊണ്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു, നബിയുടെ തിരു ഹളറത്തിൽ ചെന്നുകൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരുടെ പ്രശ്നം കേട്ടുകൊണ്ട് പറയുന്ന, എൻ്റെ സഹാബ, നിങ്ങൾ ഈ ഉദ്ദേശമായിരുന്നു നിങ്ങളുടെ മനസ്സിന് ഈമാൻ ഏറും കുറയും ചെയ്യാത്തൊരവസ്ഥ നിങ്ങൾക്ക് വെച്ചിരുന്നെങ്കിൽ മലക്കുകൾ നിങ്ങളോട് മുസാഫത്ത് ചെയ്യും. കാരണം മലക്കുകളുടെ അവസ്ഥയാണ് അത്. മലക്കുകൾക്ക് എപ്പോഴും ഒരൊറ്റ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാവും, അതൊരു കമ്പ്യൂട്ടറാണ്. നമ്മൾ അങ്ങനല്ല. അൽ ഈമാനു യസീദു വയൻഖുസു, ഈമാൻ ഏറും കുറയും. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്ന ഈമാൻ പലപ്പോഴും കൂടും കുറയും, കുഴപ്പമില്ല. നമ്മുടെ ഈമാൻ എപ്പോഴെങ്കിലും കൂടിയിട്ടുണ്ടോ പ്രിയപ്പെട്ടവർ? എപ്പോഴെങ്കിലും കുറഞ്ഞിട്ടുണ്ടോ? കുറയുന്നത് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? ഖുർആനല്ലേ അത്? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, അവരെ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും. ഇത് ഓതുമ്പോൾ നമുക്ക് ഈമാൻ വർദ്ധിക്കുന്നുണ്ടോ? അപ്പം ഞാൻ ആ വിഷയം ദീർഘിപ്പിക്കല്ല. ഈമാൻ്റെ ലോകത്ത് നമ്മൾ എവിടെ ഉണ്ട്? നമ്മുടെ കൽബുമായി ഈമാൻ തട്ടിയിട്ടുണ്ടോ? ഇനി മൂന്നാമതെടുക്കൂ പ്രിയപ്പെട്ടവരെ, സമയക്കുറവ് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ അന്ന് പറഞ്ഞ പോലെ ഒരുപാട് അടയാളങ്ങൾ ഈമാനിനെ കുറിച്ച്, അതൊക്കെ വെച്ച് നോക്കാൻ സാധിക്കും. നമ്മൾ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ഉൾക്കൊള്ളാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇല്ല എന്ന് പറഞ്ഞ് ആക്ഷേപിക്കല്ല. നിങ്ങളുടെ അവസ്ഥ തന്നെയാണ് നമുക്കും
ഉള്ളത്. നമ്മളൊക്കെ തികഞ്ഞവരാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതില്ല എന്ന് മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് അത് ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നമ്മൾ ഈ മഹാന്മാരുടെ പിന്നാലെ നടക്കുന്നത്. അല്ലാതെ വേറൊന്നുമല്ല. അവരിൽ നിന്നെന്തെങ്കിലും ബർക്കത്ത് കിട്ടിയിട്ട് അവരിൽ നിന്നെന്തെങ്കിലും ഊതി തരുന്ന വെള്ളം കുടിച്ചിട്ട് നമ്മുടെ രോഗം മാറാനല്ല. നമ്മൾ ഇവരെടുത്തുള്ള അറിവാണ് നമുക്ക് ആവശ്യമായിട്ട്. പക്ഷേ ഒരുപാട് ബിരുദങ്ങളോ അല്ലെങ്കിൽ അതൊന്നും അവരെടുത്തില്ല. പക്ഷെ അവരുടെ ബിരുദം സ്വഹാബാക്കളുടെ ബിരുദമാണ്. അവരുടെ ഗുരുവിൽ നിന്ന് പഠിച്ചെടുത്ത ജീവിത പ്രാക്ടിക്കൽ അറിവാണ് അവരെടുത്ത്. അതാണ് അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. ഏതായാലും മൂന്നാമത്തെ വിഷയം റൂഹ്. നമ്മളിലൊരു റൂഹുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റൂഹിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കുൽ വൈദാ സഅലകാനി റൂഹി കുൽ ഹിയ മിൻ അംരി റബ്ബി യസ്അലൂനക അനിർ റൂഹി കുലിർ റൂഹു മിൻ അംരി റബ്ബി. അള്ളാഹിൻ്റെ അമ്രപ്പെട്ടതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. നമുക്കും കൂടുതൽ അറിയില്ല. നമുക്കറിയാം റൂഹിനെ കുറിച്ച്. ഒരാൾ ജീവിക്കുമ്പോൾ അയാൾക്ക് റൂഹുണ്ട്, മരിക്കുമ്പോൾ ആദ്യം അയാളിൽ നിന്ന് വേർപ്പെടുന്നത് റൂഹാണ്. ഇത്രയല്ലേ നമുക്കറിയുള്ളൂ. ഇതിനോട് വല്ല ദീനീ ബാധ്യത ഉണ്ടോ പ്രിയപ്പെട്ടവർ? എന്ത് ബാധ്യത റൂഹിനോട്? അസ്തഗ്ഫിറുല്ലാഹ്. ഞാൻ നേരത്തെ ഓതിയ ഹദീസിലെ ഇസ്ലാം ശരീരവുമായിട്ടാണെങ്കിൽ, ഈമാൻ ഖൽബുമായിട്ടാണെങ്കിൽ, ഇഹ്സാൻ റൂഹുമായി ബന്ധപ്പെടേണ്ടതാണ്. അപ്പൊ റൂഹ് എന്ന് പറയുന്ന ഒരു കണ്ണാണ്, അകക്കണ്ണാണ്, ദർശനമാണ്. ഇത് ഉൾക്കൊണ്ടവരെയാണ് ദാർശനികന്മാരെന്ന്. ഭൗതിക ലോകത്ത് നിങ്ങൾ ഒരുപാട് ദാർശനികന്മാരെ കേട്ട്, ദീനിന്റെ ലോകത്ത് അങ്ങനെ ഒരു വിഷയമല്ല. അല്ലാഹു ഖുർആനിൽ പറയുന്നു, മൻ കാന ഫീ ഹാദിഹി അഅമാ ഫഹുവ ഫിൽ ആഖിറതി അഅമാ. ഒരു മനുഷ്യൻ ഇവിടെ കുരുടനാണെങ്കിൽ, ഖുർആനാണത്, അവൻ ആ പാരത്രിക ലോകത്തും കുരുടനായിരിക്കും. ഇവിടെ അന്ധനാണെങ്കിൽ അവിടെ അന്ധനായിരിക്കും. ഈ തീരുമാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നേരിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ണിന് കാഴ്ചയില്ലാത്തൊരു പാവം മനുഷ്യൻ വടിയും കുത്തി ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അവനോട് പറയുന്നത്, നീ നിസ്കരിച്ചാലും നോമ്പോറ്റാലും സ്വർഗത്തിലെത്തിയാലും ഇത് വേണ്ടി വരും എന്നാണോ പറയുന്നത്? നിങ്ങൾക്ക് അവിടുന്ന് കണ്ണ് കിട്ടില്ല എന്നാണോ പറയുന്നത്? അതോ അള്ളാഹുവിൻ്റെ വ്യക്തമായ പരീക്ഷണത്തിന് വിധേയമായ ആ സാധുവിന് അള്ളാഹു ചെറിയ ഈമാനോട് കൂടി തന്നെ കണ്ണ് നൽകല്ലേ ചെയ്യ അള്ളാഹു? അപ്പൊ ഇവിടെ അന്ധനാണെങ്കിൽ അവിടെയും അന്ധനാകുന്നു പറയുന്ന കണ്ണേത്? ഖുർആൻ തന്നെ പറയുന്നു, ലാ തഅമൽ അബ്സാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലത്തി ഫിസ് സുദൂർ. ഖുർആനാണത്. ഖുർആൻ എന്ന് പറയുമ്പോൾ സംശയമില്ലല്ലോ പ്രിയപ്പെട്ട. നിങ്ങളുടെ ഈ കണ്ണുകളല്ല പൊട്ടിയത്, നിങ്ങളുടെ അകക്കണ്ണുകളാണ് പൊട്ടിയത്. കണ്ണിനകത്തൊരു കണ്ണുണ്ട്, അത് കണ്ടുപിടിച്ചു തുറക്കുക നീ, എന്നാൽ സോദര വിശ്വാസികളുടെ പുണ്യനഗരം മക്ക കാണാമെന്നൊക്കെ പാട്ട് കേട്ടിട്ടില്ല നിങ്ങൾ പ്രിയപ്പെട്ടവർ? ആ പാട്ടിനെ അനുകൂലിക്കുകയല്ല, കണ്ണിനകത്തൊരു കണ്ണ്. വമൻ ഐഷു അൻ ദിക്രി റഹ്മാനി നുഖയ്യിദു ലഹു ശൈത്താൻ വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൻ ലൻക. ആരെങ്കിലും എൻ്റെ ദിക്റിനെ തൊട്ട് മുഖം തിരിച്ചാൽ അവന് നാം കുടുസായ ജീവിതം ഈ ദുനിയാവിൽ കൊടുക്കും. നഹ്ശറുഹു ഫിൽ ഖിയാമത്തി അഅമാ ഔ കമാ ഖാൽ. ആഖിറത്തിൽ അവനെ അന്ധനായിട്ട് എഴുന്നേൽപ്പിക്കും. ആഖിറത്തിൽ എഴുന്നേൽപ്പിക്കും. ലിമ ഹശർതനി അഅമാ കുന്തു ബസീറ. പടച്ചോനെ, ഞാൻ കണ്ണുള്ളവനായിരുന്നല്ലോ, എന്തുകൊണ്ട് എന്നെ നീ അന്ധനാക്കി? അത്തത്തൊക്കെ ആയാത്തിന ഫനസീതഹ. നമ്മുടെ ആയാത്തുകൾ നിങ്ങളുടെ അടുത്ത് വന്നില്ലായിരുന്നു, അപ്പൊ നിങ്ങൾ മറന്നില്ലേ? കദാലിക്കൽ യൗമ തുൻസ. അതുകൊണ്ട് നാം ഇന്ന് നിങ്ങളെയും മറക്കുന്നു. ഇതെല്ലാം കേട്ടാൽ നമ്മൾ ആരേത് മനസ്സിലാക്കാറ്? ഇസ്ലാം സ്വീകരിക്കാത്ത ആൾക്കുന്ന അല്ല. ഈ കണ്ണ് തുറക്കണം, ഇവിടുന്ന് തന്നെ തുറക്കണം. ഇത് തരീഖത്താണ്, ഹഖീഖത്താണ്, മഅരിഫത്താണ്. അസ്റാറാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പ്രിയ. കണ്ണ് തുറന്നില്ലെങ്കിൽ ആഖിറത്തിൽ അന്ധനായിരിക്കും. അള്ളാന്റെ തീരുമാനം. ഈ കണ്ണ് തുറക്കണം, ഈ കണ്ണ് കൊണ്ട് ദർശിക്കണം. അതല്ലേ ഇഹ്സാൻ പറഞ്ഞത്, അൻ തഅബുദല്ലാഹ കഅന്നക തറാ. കണ്ട പോലെ, കാണുന്നില്ലെങ്കിൽ ഇങ്ങോട്ട് കാണും പോലെ. ഇതൊരു കാഴ്ചയാണ്. അള്ളാനെ ഈ കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറഞ്ഞാൽ അവൻ ദീനിന്ന് പുറത്തു പോകും. പക്ഷെ അള്ളാനെ ഞാൻ കണ്ടു. എങ്ങനെ കണ്ടു? കണ്ട പോലെ കണ്ടു. ഒരു റൂമില് ഒരു സുഗന്ധം തുറന്നു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ഊത് പുകച്ചിട്ടുണ്ട്, ആ റൂമിന്റെ ജനലുകളൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട്, അതിന് സുഗന്ധം പുറത്തേക്ക് വരുന്നു. ആ സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്ന ആ റൂമിൽ സുഗന്ധമുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല സത്യത്തില്. അപ്പൊ സബബുകളിൽ നിന്ന് അല്ലെങ്കിൽ കാര്യകാരണങ്ങളിൽ നിന്ന് കാര്യകർത്താവിനെ എത്തിക്കുന്ന ഈ അകക്കണ്ണ് മുസ്ലിം തുറന്നേ പറ്റൂ. എൻ്റെ ഉസ്താദ് എലങ്കൽ ഉസ്താദ് നബ്ബറല്ലാഹു മർക്കദ് മഹാനവറുകൾ പറയും,
ഈ മരക്കച്ചവടക്കാർക്ക് ഒരു അകക്കണ്ണുണ്ട്. അവരൊരു മരം കണ്ടാൽ പറയും ഇതിൽ കാതലുണ്ട്, കാതലില്ല. നമ്മളൊരു പക്ഷേ നമ്മുടെ വീട്ടിൽ കിണറിൻ്റെ അടുത്ത് നല്ലവണ്ണം വെള്ളവും വെണ്ണീറും ഒക്കെ പാത്രം കഴുകിയിട്ട് കൊടുക്കുമ്പോൾ ആ തേക്ക് അങ്ങനെ തടിച്ചു വളരും. അപ്പോൾ ആ വീട്ടിലെ മൂത്ത മകന് വേണ്ടി വീടുണ്ടാക്കാൻ സമയത്ത് ഇവരെല്ലാവരും കൂടെ തീരുമാനിച്ചു, ഈ വണ്ണുള്ള ഈ കൂറ്റൻ തേക്ക് മുറിച്ചാൽ നമ്മുടെ വീടിൻ്റെ എല്ലാ കട്ടിലെ ജനകൾക്കും തികയുമെന്ന് വിചാരിച്ച് ആശാരിയെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ അകക്കണ്ണുള്ള മരത്തിൻ്റെ അകക്കണ്ണുള്ള ആളെ കൊണ്ടുവന്നു. അദ്ദേഹം നോക്കി, ഈ തേക്ക് ഇങ്ങനെ നോക്കി. ഉസ്താദ് പറയും, ആ തേക്കിൻ്റെ തൊലികളുടെ മുളിച്ചിലും അതിൻ്റെ ഇലയുടെ വലിപ്പ ചെറുപ്പവും അതിൻ്റെ കൊമ്പിൻ്റെ വ്യത്യാസമൊക്കെ കണ്ടിട്ട് അദ്ദേഹം പറയും, വേറെ തേക്കുണ്ടോ? അപ്പൊ അവർ പറഞ്ഞു, ഇതുപോലെ ഇത് ഇത്ര വണ്ണുണ്ട്, ഇത്ര ഇഞ്ചുണ്ട്, അതിൽ കാതലില്ല. ഇദ്ദേഹം ശരിക്കും തേക്ക് മരം മുറിച്ച് കാതൽ കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ ബാഹ്യ ലക്ഷണങ്ങളിൽ നിന്ന് ഇതിൻ്റെ ഉള്ളിൽ കാതലില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. ഇനി ആ മരം മുറിച്ചാൽ അതിൽ കാതലും ഉണ്ടാവില്ല. ഇങ്ങനെ സൃഷ്ടികളിലൂടെ സൃഷ്ടാവിനെ കാണുന്ന കാഴ്ചപ്പാട്, ഇത് റൂഹിന്റെ പണിയാണ് പ്രിയപ്പെട്ടവരെ. ഇതന്നെയാണ് ഒന്നാമത്തെ ഇസ്ലാം കാര്യം. അഷ്ഹദു, ഞാൻ സാക്ഷിയാണ്. എവിടെ നോക്കി സാക്ഷി പറയണം? സൃഷ്ടികളെ നോക്കിയിട്ടാണ് സാക്ഷി പറയേണ്ടത്. പറഞ്ഞില്ലേ ഉസ്താദ് അവറുകള്, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ ഷഹാദത്തിലാവണം. ഈ വെള്ളവും ഈ ദാഹവും ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാതെ ആരും എനിക്ക് തീർത്തു തന്നിട്ടില്ല. അത് ഈ വെള്ളത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഈ സൃഷ്ടിയുടെ രൂപത്തിൽ നൂറെ മുഹമ്മദ് സല്ലല്ലാഹു, രണ്ടാലൊരു സാക്ഷ്യം വഹിച്ചേ പറ്റൂ. ഇത് ചെയ്തില്ലെങ്കിൽ, ഈ കണ്ണ് തുറന്നില്ലെങ്കിൽ, നാളെ അന്ധനാണെങ്കിൽ അവനെങ്ങനെ സ്വർഗത്ത് കടക്കും? അന്ധനായ ഒരാൾ അല്ലാഹ് സ്വർഗത്ത് കടത്തുമോ? അതിനർത്ഥമുണ്ട്, അവൻ അള്ളാഹിന്റെ അതൃപ്തിയുടെ ഭാഗത്ത് നരകത്തിലേക്ക് പോകേണ്ടി വരും. എന്തേ? റൂഹ് ഇഹ്സാനുമായി തട്ടിക്കാത്തത് കൊണ്ട്. അപ്പൊ എന്ത് പറഞ്ഞു നമ്മള്? ഇസ്ലാമിന്റെ ഏതാനും കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ ദീനുള്ളവനാണെന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഈമാന്റെ ലോകത്തും അപ്പുറത്ത് ഇഹ്സാന്റെ ലോകത്തും നമ്മൾ ദരിദ്രരാണെങ്കിൽ, ഇത് മൊത്തം വെച്ച് നോക്കിയാൽ 5, 6, 11, 2, 13 കാര്യങ്ങളിൽ വെറും 2 കാര്യം, നിസ്കാരം നോമ്പ്, നിസ്കാരം നോമ്പ്, ബാക്കി 11 കാര്യങ്ങളിൽ നമ്മൾ വിട്ടു നിൽക്കുമ്പോൾ ഇതിന്റെ ശതമാനം എത്ര പ്രിയപ്പെട്ടു? തന്നെയുമല്ല, ഇതിന്റെ തലപ്പ് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തെങ്കിലും ശതമാനം അവകാശപ്പെടാൻ കഴിയുമോ? ഒരു മനുഷ്യന്റെ കൈ നഷ്ടപ്പെട്ടു, കുഴപ്പമില്ല, അയാൾ ജീവിക്കും. ഒരു മനുഷ്യന്റെ കാലുകൾ നഷ്ടപ്പെട്ടു, ജീവിക്കും. തല പോയാലോ? അപ്പൊ ഈ 2 ശരിക്കും നിങ്ങൾ ശതമാനത്തിൽ തന്നെ എടുക്കാൻ പറ്റില്ല. ഈമാന്റെ കാര്യത്തിൽ നോക്കൂ നിങ്ങൾ, മുഖ്യമായതാണല്ലോ അല്ലാഹ് ആദ്യം പറയുന്ന ആമൻതു ബില്ലാഹ്. അള്ളാഹുവിൽ വിശ്വസിക്കണം, അള്ളാഹുവിൽ ഈമാൻ കൊണ്ടുവരണം, അഥവാ അള്ളാഹിനെ നിങ്ങൾ സ്നേഹിക്കണം. വേറെ എന്താ ഇതിനർത്ഥമുള്ളത്? ഈമാൻ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലീമാനു ഹുവൽ മഹബ്ബ, ഹുവൽ മഹബ്ബ, ഹുവൽ മഹബ്ബ. പ്രവാചകർ പറയുന്നു, ഈമാൻ സ്നേഹമാണ്, സ്നേഹമാണ്, സ്നേഹമാണ്. ലാ ഈമാന ലിമൻ ലാ മഹബ്ബത്തലോ, സ്നേഹമില്ലാത്തവന് ഈമാനില്ല. അപ്പൊ സ്നേഹമാണ് ഈമാൻ. അള്ളാഹിനോട് സ്നേഹം വേണം. ആമൻതു, ഞാൻ സ്നേഹം ഉള്ളവനായി മാറി അള്ളാഹിനോട്. എന്നിട്ട് പറയുന്നു മലായികതിഹി, അവന്റെ മലക്കുകളോട് സ്നേഹം വേണം. വ കുതുബിഹി, അവന്റെ കിതാബുകളോട് സ്നേഹം വേണം. വ റുസുലിഹി, അംബിയാ മുർസലീങ്ങളോട് സ്നേഹം വേണം. വൽ ഖദ്രി ഖൈരിഹി വ ശർരിഹി, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളത് നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും നിങ്ങൾ സ്നേഹിക്കണം. വൽ യൗമിൽ ആഖിർ, നിങ്ങളുടെ മരണത്തെ പോലും നിങ്ങൾ സ്നേഹിക്കണം. ഇത് നമ്മൾ ഈമാൻ എന്ന് പറഞ്ഞു വെച്ചിരിക്കുക. ഇതിൽ നോക്കൂ നിങ്ങൾ, ആദ്യം ആമൻതു ബില്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് വ മലായികതിഹി വ കുതുബിഹി വ റുസുലി, അവന്റെ മലക്കുകൾ, അവന്റെ കിതാബുകൾ, അവന്റെ മുർസ. അതിന് ആദ്യത്തെ ആളില്ലെങ്കിലോ? ആദ്യത്തത് ഇല്ല, ആമൻതു ബില്ല ഇല്ല. പിന്നെ ആരുടെ കുത്തുബ്? കുതുബിഹി എന്ന് പറഞ്ഞ, വ റുസുലിഹി എന്ന് പറഞ്ഞ ആരുടെ? അപ്പൊ ആദ്യത്തത് വേണം. ഇതുപോലെ ഇസ്ലാമിന്റെ ഒന്നുണ്ടെങ്കിലേ നിസ്കാരം ആനന്ദാവുള്ളൂ. അപ്പൊ ഞാൻ വിഷയം ചുരുക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഒരുപക്ഷെ എന്തെങ്കിലും നിരൂപണ ബുദ്ധിയോടുകൂടി ഒരു വല്ല മറുപടിയോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അള്ളാന്റെ ഫضല് കൊണ്ട് ഇത് മറുപടി പറയാൻ പറ്റിയ വിഷയമല്ല പ്രിയപ്പെട്ട. ഇനിയിപ്പോൾ ഈ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയാൻ വേണ്ടി വല്ല വേദിയും സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. അതിന് പകരമായി ഒരു വേദിയൊന്നും സംഘടിപ്പിക്കൂല. ഇങ്ങോട്ട് കുറ്റം പറഞ്ഞാൽ അങ്ങോട്ടും കുറ്റം, നിങ്ങൾ അങ്ങനെയാണ്, അതൊന്നും ഇല്ലതിന്. കാരണം അത് അങ്ങനത്തെ ഒരു വിഷയമല്ലല്ലോ പ്രിയപ്പെട്ട. നമ്മൾ ആരെയും കുറ്റം പറഞ്ഞില്ല. ഇനി നമ്മളെ കുറ്റം പറയാൻ ഒരു വേദി ആരെങ്കിലും സംഘടിപ്പിക്കുകയാണെങ്കിൽ അള്ളാഹു അവരും ആയിക്കോട്ടെ. കാരണം എന്താണെന്ന് പറയുക, അവരുടെ ലക്ഷ്യം എന്താണെന്ന് അള്ളാഹ്ക്കറിയാം. നമ്മൾ ആരെയും കുറ്റം, ഇതിലേക്ക് ആളുകൾ എന്തെങ്കിലും ശ്രദ്ധിച്ചാൽ പേടിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് എന്ത് ദീനാണ് പ്രിയപ്പെട്ട? ഏതെങ്കിലും നിലക്ക് മനുഷ്യൻ നന്നായിക്കോട്ടെ എന്ന് വെക്കണ്ടേ? ഒരു കള്ള് കുടിക്കുന്ന, ഞങ്ങളുടെ നാട്ടിൽ ഒരു കള്ള് കുടി ശീലമാക്കിയ ഒരു മനുഷ്യൻ, അദ്ദേഹത്തെ പലതും പറഞ്ഞ്
നമ്മുടെ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്ന ആളിവിടെ ഇരിക്കുന്നുണ്ട്, ഈ സദസ്സിലുണ്ട്. നാട്ടിലെ വലിയൊരു പൈസക്കാരനാണ്, വലിയൊരു പ്രമാണിയാണ്, പേര് ഞാൻ പറയുന്നില്ല. നമ്മുടെ ക്ലാസ്സിൽ വന്ന് 1-2 ക്ലാസ്സുകൾ കേട്ട് നമ്മുടെ മുന്നിൽ വെച്ച് കരഞ്ഞ് കുറച്ചൊക്കെ അദ്ദേഹം കള്ളുകൂടി നിർത്താൻ ശ്രമിച്ചു, നിർത്തി, ഉംറക്ക് പോയി. അപ്പോഴാണ് നാട്ടിലെ ഉസ്താദ്, കുറ്റപ്പെടുത്തല്ല പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹം പള്ളിയുടെ സെക്രട്ടറി ആയിരുന്നു, ട്രഷററാണ്, ഖജാൻജിയാണ്. അപ്പൊ പറഞ്ഞു, നീ എന്ത് വേണ്ടാത്ത വിഷയത്തിലാണ് ചെന്നപ്പെട്ടിരിക്കുന്നത്, അത് ശരിയല്ല, അതുകൊണ്ട് നീ അതിന് പിന്തിരിയണം. ഈ പള്ളി കമ്മിറ്റിയിൽ നീ നിങ്ങൾക്കും ഇതിൽ പോയാൽ പിന്നെ ആളുകൾ എന്ത് ചെയ്യും? അങ്ങനെ ആ പാവം വരാതെയായി. ഇപ്പൊ അദ്ദേഹം പഴയ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തു പറയാനുണ്ട് ഉസ്താദിന്? ഈ ഉസ്താദിന് അദ്ദേഹത്തെ നന്നാക്കിയെടുക്കാൻ കഴിയുമോ? നീ അങ്ങനെ ചെയ്താലും ഇതിലേക്ക് പോണ്ടെന്ന് പറയും. അള്ളാഹു കാക്കട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, എന്ത് വേദി സംഘടിപ്പിച്ച് ആർക്കെന്തും പറയാം, പക്ഷെ ഞാൻ ഈ പറഞ്ഞ വിഷയത്തിന് മറുപടി പറയണം. എന്ത്? ഈ പറഞ്ഞ ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ, അഥവാ ശരീരം, കൽബ്, റൂഹ്, അതൊന്നുമല്ല പറയാ. ഇതിനെന്തൊക്കെയോ പിഴവുകളുണ്ട്. പാവപ്പെട്ട ജനങ്ങൾ, ഒന്നും അറിയാത്ത ജനങ്ങളൊന്നുമല്ല, അങ്ങനെ പറയരുത്. പൊതുവെ ജനങ്ങൾ ആര് പറഞ്ഞു ഒന്നും അറിയാത്ത, ചിലപ്പോൾ അതിന്റെ ലഫ്ലുകൾ അറിയില്ല, കാലല്ലാ കാല റസൂലുള്ളാ അൻ അബീ ഹുറൈറ, ഇതൊന്നും അറിയില്ലെങ്കിൽ ഇവർക്ക് വിഷയം അറിയാം. ആര് പറഞ്ഞറിയില്ലാന്ന്? എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദെ, നിങ്ങളെക്കാൾ 10 ഇരട്ടി ബുദ്ധി ഉണ്ടാവും ഇവർക്ക്. ഒന്നും അറിയാത്ത പാവം ജനങ്ങൾ അല്ല, ഒന്നും അറിയാൻ നിങ്ങൾ അറിവുള്ളവരാണ്. അള്ളാഹു എല്ലാവർക്കും ബുദ്ധി, നിങ്ങളുടെ ബുദ്ധി പണയം വെക്കരുതേ. അത്ര ഞാൻ ഒന്നും പറയണെന്താ, ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല, ഇതിനെ കുറ്റം പറയുന്നവർക്ക് പറയാം. പക്ഷേ എൻ്റെ വിനയത്തോടുള്ള സംസാരം, ഇതിന് മറുപടി പറഞ്ഞാൽ മതി, കുഴപ്പമില്ല, ഇത് ശരിയല്ല, ഇങ്ങനെ ഇസ്ലാമും ഈമാനും ഇഹ്സാനൊന്നും ആവശ്യമില്ല, കൽബ് റൂഹൊന്നും അതിൻ്റെ അങ്ങനെ പറയുകയാണെങ്കിൽ അൽഹംദുലില്ലാ നമുക്ക് കേൾക്കാം. മറ്റത് പ്രിയപ്പെട്ടവരെ, അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ട് ഈ വിഷയം നിങ്ങൾ മറക്കുകയാണെങ്കിൽ ഒന്നുമില്ല. നമുക്ക് അള്ളാഹുവിൻ്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അന്ധരാവാതെ ജീവിക്കാൻ, അള്ളാഹിൻ്റെ മുന്നിൽ എത്താൻ സാധിക്കണമെന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ. ഒരൊറ്റ വിഷയം പറഞ്ഞ് ഞാൻ നിർത്താം. മഹാനായ ഷിബിലി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാൻ അവരുടെ ഉദ്ധരണിയിൽ, അവരുടെ രചനയിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ചിന്തിക്കാൻ വേണ്ടി പറയും, ഞാൻ നിർത്താം ഇൻഷാ അല്ലാഹ്. ഒരു അന്ധര് മാത്രം, കണ്ണ് കാണാത്ത മക്കൾ മാത്രം പഠിക്കുന്ന ഒരു കലാലയത്തിൽ, ഒരു മദ്രസയുടെ അടുത്ത് കൂടെ ഒരു ആന ഇങ്ങനെ മണികിലിക്ക് ഇങ്ങനെ പോകുന്നത്, ഈ കുട്ടികൾക്കൊന്നും കണ്ണില്ല, അവരത് കേട്ടു. ഹാത്തി, ആന വരുന്നു എന്ന് സന്തോഷത്തോടെ ഈ മക്കൾ പറയുകയും അവരുടെ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾക്ക് ആനയെ ഒന്ന് കാണിച്ചു തരുമോ? ഈ അന്ധരാണ് ചോദിക്കുന്നത്. ഉസ്താദിന് മനസ്സിലായി. ഉസ്താദ് പുറത്തുപോയി ആ പാപ്പാനോട് പറഞ്ഞു, ആനയെ ഒന്ന് നിർത്തി കൊടുക്ക്. അപ്പൊ ആനയെ അദ്ദേഹം നിർത്തി കൊടുത്ത്, ഈ പുന്നാര മക്കള് ഈ ആനയുടെ പല ഭാഗം തൊടുകയാണ്. ചിലർക്ക് അവിടെ ഇരുത്തിയപ്പോൾ ചെവിയാണ് തൊടാൻ കിട്ടിയത്, ചിലർക്ക് തുമ്പിക്കൈയാണ് തൊടാൻ കിട്ടിയത്, ചിലർക്ക് അതിൻ്റെ കാലാണ്, ചിലർക്ക് അതിൻ്റെ വയറാണ്, ചിലർക്ക് അതിൻ്റെ ചൂലാണ്, അതിൻ്റെ വാലാണ്. എല്ലാവരും സന്തോഷത്തോടെ മദ്രസയിൽ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊക്കെ ആനയെ കണ്ടു. ഉസ്താദ് മദ്രസയിലേക്ക്, ക്ലാസ്സിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഇവരൊരു 4-5 ഗ്രൂപ്പായി മാറിയിട്ടുണ്ട്. ഒരു വിഭാഗം പറയുന്ന ആന ചൂല് പോലെയാണ്, ഞാൻ കണ്ടതാണ്, വിട്ടുതരൂല എന്ന്. അപ്പൊ മറ്റൊരുത്തം പറയുന്നത് ആന തൂണ് പോലെയാണ്, ഞാൻ തൊട്ടതാണ്, സമ്മതിക്കൂല. ആന ഡബ്ബ പോലെയാണ്, ഞാൻ സമ്മതിക്കൂല. ആന മുറം പോലെയാണ്. നിങ്ങൾ കേട്ടിരിക്കും, പക്ഷെ ഞാൻ ഈ വിഷയത്തിന് വേണ്ടി പറയാണ് പ്രിയപ്പെട്ട. ഈ പാവം കണ്ണ് കാണാത്ത മക്കള്, സത്യത്തിൽ അവർ പറയുന്നത് ഈ ആനയുടെ ഭാഗം തന്നെയാണ്. പക്ഷെ ഈ ആനയെ സമഗ്രമായി ഒന്ന് കാണാനുള്ള ഈ കണ്ണല്ല കൊടുത്തില്ല. അതുകൊണ്ട് അവരെന്ത് പിടിച്ചോ അത് തന്നെ ദീൻ. ഇങ്ങനെയല്ല എന്ന് ദീന്. ഷിർക്കും തൗഹീദും നമുക്ക് വലിയ വിഷയം തന്നെട്ടില്ലേ. അതിനു വേണ്ടി അതിനെ മുറുകെ പിടിച്ചപ്പോൾ നമ്മൾ മറ്റതൊക്കെ വിസ്മരിച്ചു പോയോ? ഈ ഷിർക്കിനെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി യഥാർത്ഥ തൗഹീദിന്റെ ഭാഗങ്ങൾ വരെ നമ്മൾ കുറ്റം പറയേണ്ടി വന്നോ? നമുക്കറിയാത്തത് കൊണ്ട്. അല്ലല്ലാത്ത ആളുകളെപ്പം ഹാജർ അലി അള്ളാഹുവിന്റെ പേരിൽ ഒരുമിച്ച് കൂടാൻ പറ്റുമോ? തെറ്റാണ്. എന്താ ഷിർക്കാണത്? കാരണം അല്ലല്ലാത്ത ഒരാൾ ആദരിക്കുക, അല്ലല്ലാത്ത ആൾ ആദരിക്കാൻ പാടില്ലേ? വമൻ യുഅല്ലിം ശആയിറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ഖുർആന. അല്ലാഹുവിൻ്റെ ഷിആറുകളെ നിങ്ങൾ ആദരിക്കൽ നിങ്ങളുടെ കൽബിൻ്റെ ഈമാനിൽപ്പെട്ടത്. ഇപ്രാവശ്യം ശൈഖുന വന്നിട്ട് പ്രധാനമായി പറഞ്ഞ വിഷയത 1-2 മണിക്കൂർ പറഞ്ഞത് എന്താ? സഫ മർവ സ്ഥലങ്ങളെ നമ്മൾ ആദരിക്കും, ഹജറുൽ അസ്വദിനെ നമ്മൾ ആദരിക്കും. എന്ത്? അല്ല ഷിആറായി മനസ്സിലായി. അതിലെ നടന്ന ഹാജറ ബീവിക്ക് സീറ്റില്ല.
സഫക്കും മർവക്കും സ്ഥാനമുണ്ട്. എന്തേ ഈ സഫി മർവി സ്ഥാനമുള്ളതായി മാറി? ഒരു മഹദി ഈമാനോട് കൂടി നടന്ന മഹദിക്ക് സീറ്റില്ല. ഇതുപോലെ കല്ലിനും പുല്ലിനും നെല്ലിനും മരത്തിനും സ്ഥാനമുണ്ട്, ഉത്കൃഷ്ട മനുഷ്യന് മാത്രം സ്ഥാനമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഫല്ലല്ലാഹു ബഅലുഹും അലാ ബഅദ്, ചിലരെക്കാൾ അള്ളാഹ് ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ നബി എങ്ങനെ ഉണ്ടാവുക? സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു എങ്ങനെ ഉണ്ടാവുക? ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എങ്ങനെ ഉണ്ടാവുക? ചിലർ ശ്രേഷ്ഠരെന്നെ. അവരെ നമ്മൾ സ്നേഹിക്കുകയും ആദരിക്കുകയും അവരിലൂടെ പഠിക്കുകയും, ഇതാണ് ദീനിൻ്റെ സംവിധാനം. അപ്പം ശിർക്കും കുഫറും പറഞ്ഞുകൊണ്ട് എല്ലാത്തിനെയും നഖശികാന്തം എതിർത്തുകൊണ്ട് ഒരു സംഘം പോകുമ്പോൾ വേറൊരു സംഘം പറയുന്നു ഈ ദീനിന് വന്ന ഭവിഷ്യത്ത് സുന്നത്തുകളെ മുറുകെ പിടിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്, സുന്നത്തും ജമാഅത്തും വേണ്ടതാണ്, കുറ്റം പറയല്ല, അത് തന്നെയാണ് വേണ്ടത്. അതുമ പിടിച്ചപ്പോൾ മറ്റതൊക്കെ വിട്ടുപോയോ? എന്നാൽ ചിലർ പറയും നമ്മളിവിടെ അങ്ങനെ ജീവിച്ചാൽ പോരാ, നമ്മളിവിടെ ഹുക്കൂമത്തെ ഇലാഹി, ഈ രാജ്യം ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റണം. ഇപ്പം അതൊക്കെ കുറഞ്ഞൂട്ടില്ലേ? ഓരോ നമസ്കാരവും പാർലമെൻ്റാണെന്നും ആ മുന്നിലിരിക്കുന്ന ഇമാം സ്പീക്കറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാം രാഷ്ട്രീയവൽക്കരിക്കണം, നബി അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം അങ്ങനെ പോയോ? മറ്റൊരു വിഭാഗം പറയുന്നു ബല്ലിഗൂനി അൻ ആയ ഔ കമാ ഖാല, എന്നിൽ നിങ്ങൾ ഒരു ആയത്തെങ്കിലും എത്തിച്ചു കൊടുക്കൂ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി പറഞ്ഞു, നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയിട്ട് ദീൻ പ്രബോധനം ചെയ്യുന്ന നബിയെ, ഞാനിവിടെ ഇരിക്കട്ടെ. പറ്റില്ല, നിങ്ങളെ കൊണ്ടൊരു മനുഷ്യൻ നന്നായാൽ ആകാശഭൂമിയിൽ, അപ്പോൾ എത്തിച്ചു കൊടുക്കലാണ് ദീൻ. അപ്പം മറ്റതൊക്കെ വിട്ടുപോയോ? ഞാൻ പറയുന്നത് ഇതെല്ലാം കൂടിയാണ് ദീന്. ഷിർക്കും കുഫറും, അതുപോലെ സുന്നത്ത്, അതുപോലെ ദീനിൻ്റെ പ്രചരണം, അതോടൊപ്പം തന്നെ എത്തിച്ചു കൊടുക്കുക. ഇതൊരു എത്തിച്ചു കൊടുക്കലല്ലേ? ഇതെല്ലാം കൂടെ ചേർന്ന് നിങ്ങൾക്ക് ദീൻ ഉൾക്കൊള്ളാൻ കഴിയുമോ? ഇൻഷാ അല്ലാഹ് അത് നന്നായിരിക്കും. ആ ഒരു വിഷയത്തെ മാത്രം ഊന്നിക്കൊണ്ടാണ് ഇത്രയും നേരം സംസാരിച്ചത്. നമ്മുടെ സംസാരത്തിൽ വല്ല വീഴ്ചയും വന്നിട്ടുണ്ട്, അള്ളാഹു പൊറുക്കുമാറാവട്ടെ. നമ്മൾക്ക് ഈ വെളിച്ചം കാണിച്ചു തന്ന നമ്മളൊക്കെ, ഞാൻ ആദ്യം മുജാഹിദ് പ്രസ്ഥാനത്തിലായിരുന്നു, ആത്മാർത്ഥമായി മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയും അതിൻ്റെ മദ്രസയിൽ 5ാം ക്ലാസ്സിൽ പഠിപ്പിക്കുകയും നമ്മുടെ മുജാഹിദ് സുഹൈർ ചുങ്കത്തറ പോലുള്ള ഉസ്താദുമാരുമായിട്ട് നല്ല ബന്ധമുള്ള ആളായിരുന്നു ഞാൻ. നമ്മൾ അന്നും ആത്മാർത്ഥമായി പ്രവർത്തിച്ചു പറയും. പക്ഷെ നമ്മുടെ അന്ധത അള്ളാഹു നീക്കി തന്ന, അത് തെറ്റാന്നൊന്നും ഞാൻ പറയുന്നില്ലേ, എല്ലാം മോശമാണെന്ന് ഞാൻ പറയുന്നില്ല, പോരാ, പൂർത്തിയാവുമോ എന്നുള്ള സംശയം മാത്രമേ ഞാൻ പറയുന്നു. അള്ളാഹു നമുക്ക് ഇവരാണ് ഈ വെളിച്ചം നൽകിയത്, അവർക്ക് അള്ളാഹു പുണ്യവും പ്രാധാന്യവും എല്ലാം അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. നിങ്ങളുടെ മുന്നിൽ പല ഭക്ഷണം വരുന്നു പ്രിയപ്പെട്ടവർ. കഞ്ഞിയുണ്ട്, ചോറുണ്ട്, ബിരിയാണി ഉണ്ട്, മന്തി ഉണ്ട്, പൊറോട്ട ഉണ്ട്, ചപ്പാത്തി, ഒക്കെ ഭക്ഷണമാണ്. പക്ഷേ ഏതാണ് അതിൽ നല്ല ഭക്ഷണം എന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അള്ളാഹു നമുക്കൊക്കെ അല്ല ഇഷ്ടപ്പെട്ട വഴിയിൽ സഞ്ചരിക്കാൻ മറ്റെല്ലാ തടസ്സങ്ങളും അള്ളാഹു നീക്കി തരട്ടെ. അല്ല ഇഷ്ടപ്പെടാത്തൊരു വഴിയിൽ നിന്നാണെങ്കിൽ അള്ളാഹു നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മഹാന്മാർ ഉസ്താദന്മാർ ഇന്ന് സ്മരിക്കുന്ന ഖാജ റളിയല്ലാഹു അൻഹു, അതുപോലെ മഹാനായ ഹൈദർ മുസ്ലിയാർ ഈ നാട്ടിലെ ഖാലിയായിരുന്നല്ലോ, അവരുടെയൊക്കെ അവസ്ഥകൾ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. നമുക്ക് നേതൃത്വം വഹിക്കുന്ന നമ്മുടെ ഉസ്താദ്, അതുപോലെ ഷെയ്ഖുന, എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും സിഹത്തും നൽകട്ടെ. ഈ ഒരുമിച്ച് കൂടിയവർക്കൊക്കെ അള്ളാഹു റഹ്മത്തും ബർക്കത്തും ചൊരിയട്ടെ. നമ്മൾ ഈ ഔലിയാക്കളെ വിഷയത്തിൽ വന്നാലും ഇല്ലെങ്കിലും പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ അള്ളാഹു നാളെ ഇതുപോലെ അവൻ്റെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടട്ടെ. എല്ലാവരും അള്ളാഹ് സ്വർഗത്ത് കടത്തട്ടെ. ലോകത്ത് മരിച്ചു കിടക്കുന്ന മുഴുവൻ ഖബറാളികൾക്കും അള്ളാഹു പൊരുത്തപ്പെട്ട് കൊടുക്കട്ടെ. ഓരൊറ്റ മനുഷ്യൻ അള്ളാഹു നരകത്തിൽ ഇടാതിരിക്കട്ടെ. എന്താ അങ്ങനെ ദുആ ചെയ്താൽ നരകത്ത് ആളുണ്ടാവില്ലേ? നിങ്ങൾ നരകത്ത് ആളുണ്ടാക്കണ്ടേ? എല്ലാവരും അള്ളാഹ് സ്വർഗത്ത് കടത്തി എന്താ പ്രശ്നം? അങ്ങനെ തന്നെ ദുആ ചെയ്യണം പ്രിയപ്പെട്ട. നമ്മൾ പള്ളിക്കാട്ട് ചെന്നിട്ട് നമ്മുടെ വാപ്പാക്ക്, നമ്മുടെ ഉമ്മാക്ക് സ്പെസിഫിക് ആയിട്ട് ദുആ ഇറക്കരുതേ പ്രിയപ്പെട്ട. ആ പള്ളിക്കാട്ടിലെ മുഴുവൻ ആളുകൾക്ക് ദുആ ചെയ്യും. യദുല്ലാഹി അലൽ ജമാ, സംഘത്തിൻ്റെ മേലാണ് അള്ളാഹിൻ്റെ കൈയുള്ളത്. അതുകൊണ്ട് സർവ്വ മുസ്ലിമിനെ അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവും. എല്ലാവർക്കും അള്ളാഹു ഈമാൻ നൽകി, ഇഹ്സാൻ നൽകി, അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ ലോകത്തെത്തി ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.